കർത്താവിൻ്റെ ധന്യതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ യോഗങ്ങൾക്ക് അധ്യക്ഷപദമരുളി ഓർഗനൈസേഷൻ്റെ പ്രഥമ സ്ഥാനം വഹിച്ച് കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിലായിരിക്കുകയും പ്രാർത്ഥിച്ച് ഈ സുവിശേഷ കൂട്ടത്തെ കർത്താവിന് സമർപ്പിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട സജി പാസ്റ്റർ, ഈ സ്ഥലം സഭയുടെ ശുശ്രൂഷകൻ, വേദിയിൽ എന്നോടൊപ്പമായിരിക്കുന്ന ബഹുമാനിയരായ കർത്താവിൻ്റെ ദാസന്മാർ, അനുഗ്രഹീത ഗാനങ്ങൾ ആലപിക്കുന്ന വാത്സല്യ മക്കൾ, കർത്താവിൻ്റെ ദാസൻ, എൻ്റെ മുൻപിലായിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തൻ, എൻ്റെ സ്നേഹിതനും സഹോദരനുമായ പാസ്റ്റർ ജോൺ, ദൈവജനം, വിശ്വാസ സമൂഹം, ദൂരത്തും ചാരത്തും, കണ്ണെത്തുന്ന ദൂരത്ത്, കാതെത്തുന്ന അകലത്തിൽ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കോട്ടുകോണത്തെ സകല ദേശനിവാസികൾക്കും ക്രിസ്തുയേശുവിൽ ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ നടക്കുന്ന സുവിശേഷ യോഗത്തിൻ്റെ പ്രഥമ രാത്രി കർത്താവിൻ്റെ വചനം തുറന്നുള്ള സമയങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ച് ചിന്തിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ഇന്ന് പകൽ കണ്ട ഒത്തിരി ആളുകൾക്ക് ഈ രാത്രി കാണുവാൻ കഴിയാതെ ലോകം വിട്ട് കടന്നു പോയപ്പോൾ അത്യുന്നതനായ ദൈവം നമ്മുടെ ആയുസ്സിനോട് ഒരു രാത്രി കൂടെ ദാനമായി നൽകി. സർവേശ്വരൻ്റെ തൃപ്പാദ പീഠങ്ങളിൽ വന്നണഞ്ഞ് കർത്താവേ എന്ന് വിളിക്കുവാൻ ലഭിക്കപ്പെട്ട അവസരം ജീവിതത്തിലെ ഭാഗ്യമായും പദവിയായും കണ്ടുകൊണ്ട് ഈ രാത്രിയും സർവേശ്വരന് സകല മഹത്വവും നൽകി നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ കർത്താവിനായി തുറന്ന പ്രാർത്ഥനയോടെ നമ്മുടെ വിമർശനങ്ങളുടെയും മുൻവിധികളുടെയും കണ്ണാടികളെ എടുത്തു മാറ്റി പ്രാർത്ഥനാപൂർവം കർത്താവിൻ്റെ വചനത്തെ ശ്രദ്ധിച്ച് കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ തുറക്കപ്പെടാത്ത ഏതെങ്കിലും വാതിലുകളുണ്ടെങ്കിൽ തുറന്നുകൊടുത്ത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുവാൻ കർത്താവ് നമുക്കിടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ മുഖവരകൾ ദൈർഘ്യമാക്കാതെ വചനത്തിലെ 3 വചനഭാഗങ്ങൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാമത് വചനം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാമത് വചനം. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. മതി. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാമത് അധ്യായം 9-10 വാക്യങ്ങൾ. യേശു അവനോട് ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. റോമാലേഖനം 13-ാം അധ്യായം 11-ാമത് വചനം. റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 11-ാമത് വചനം. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറികയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. തിരുവെഴുത്തുകളെ പാരായണം ചെയ്യുന്ന ഏതൊരാൾക്കും ദൈവവചനം വായിക്കുകയും പഠിക്കുകയും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും സുപരിചിതമായ 3 വചനഭാഗങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം, ലൂക്കോസിൻ്റെ സുവിശേഷം, റോമാലേഖനം എന്ന 3 പുസ്തകങ്ങളിൽ നിന്നായിട്ട് നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിരിക്കുന്നത്. വളരെ ശാന്തമായ ശബ്ദത്തിൽ കർത്താവ് എന്നിൽ ഭരമേൽപ്പിച്ച വചനത്തിൻ്റെ ആലോചനകൾ എൻ്റെ പ്രിയരോടൊന്ന് പങ്കുവച്ച് പ്രാർത്ഥിക്കുവാനായിട്ടാണ് എളിയദാസൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. ശബ്ദത്തെക്കുറിച്ച് പറയുമ്പോൾ 2012 ബാധിക്കപ്പെട്ട ത്രോട്ട് ക്യാൻസറിൻ്റെ ബുദ്ധിമുട്ടുകൾ സാരമായ നിലകളിൽ ശബ്ദത്തെയും ആരോഗ്യത്തെയും ഒക്കെ ബാധിച്ചിട്ടുള്ളത് കൊണ്ട് പല കർത്തൃദാസന്മാരെയും പോലെ വലിയ ശബ്ദമെടുത്ത് പ്രസംഗിക്കണമെന്ന് ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിലും എന്നെ കൊണ്ടത് നടപ്പില്ല. അതുകൊണ്ട് വളരെ ശാന്തമായിട്ട് ദൈവം നൽകിയിരിക്കുന്ന സൗഖ്യത്തിനും ആരോഗ്യത്തിനും ഒത്തവണ്ണം ദൈവത്തിന് തികഞ്ഞ നന്ദിയും സ്തോത്രവും നൽകിക്കൊണ്ട് എൻ്റെ പ്രിയരോട് കർത്താവിൻ്റെ വചനത്തിലൂടെ ചില കാര്യങ്ങൾ വേഗത്തിലൊന്ന് വിചിന്തനം ചെയ്ത് അവസാനിപ്പിക്കട്ടെ. തുടക്കത്തിൽ തന്നെ പറയട്ടെ, മെഡിക്കൽ സയൻസ് കൈവിട്ടതാകട്ടെ, ആയുർവേദമോ സിദ്ധവൈദ്യമോ ഹോമിയോപ്പതിയോ പിന്നെന്തൊക്കെയുണ്ട്, അലോപ്പതിയോ
ഒത്തിരി 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 വൈദ്യശാസ്ത്രത്തിൻ്റെ മേഖലകളുണ്ട്. അതെല്ലാം കൈവിട്ടാലും നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് യേശു എന്ന നാമത്തിൽ. ക്യാൻസർ ഒന്നിൻ്റെയും അവസാനമല്ല. അങ്ങനെ ചിന്തിക്കരുത്. ജീവിതത്തിൻ്റെ അവസാനമാണ് ക്യാൻസർ എന്ന് ചിന്തിക്കരുത്. 2012 മുതൽ 2024 വരെ, ഇന്ന് ഈ നിമിഷം വരെ എളിയവനെ നടത്തുന്ന ദൈവത്തെ എനിക്കറിയാം. ക്യാൻസറിന് മുകളിലൊരു നാമമുണ്ട്, അത് യേശു എന്ന നാമമാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കും മീതെ ഒരു നാമമുണ്ട്, അത് യേശു എന്ന നാമമാണ്. യേശു എന്ന നാമമാണ്. എനിക്കും നിങ്ങൾക്കും ശരണപ്പെടുവാനും വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും പിതാവായ ദൈവത്താൽ കനിഞ്ഞനുഗ്രഹിക്കപ്പെട്ട് നൽകിയിരിക്കുന്ന ആ ഏക നാമം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ പ്രവചനാതീതമാണ്, സ്ഫോടനാത്മകമാണ്. അപ്പത്തിനും അക്ഷരത്തിനും അധിവാസത്തിനും ആവതില്ലാതെ അലയുന്ന നൂറുകണക്കിന് ആളുകൾ കർത്താവായ യേശു ക്രിസ്തു എന്ന നാമനിമിത്തം വിടുവിക്കപ്പെട്ടത്, രക്ഷിക്കപ്പെട്ടത്, കർത്താവിൻ്റെ ഭക്തിയിലും ഭയത്തിലും ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാലഘട്ടത്തിൻ്റെ നേർസാക്ഷ്യങ്ങളാണ്. കള്ളുകുടിച്ച് പള്ള വീർത്ത് ചള്ളേ കിടന്ന മത്തായി, ആർക്കും വേണ്ടാതെ കിടന്നവൻ. എന്നാൽ നോക്കൂ, കർത്താവായ യേശു എന്നൊരു നാമം കേട്ടു, ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത ദാസനായി മാറി. ഞങ്ങളുടെ നാട്ടിലൊക്കെ മത്തായി ഉപദേശി എന്ന പേരിൽ അറിയപ്പെട്ട് ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന അനുഗ്രഹീതനായൊരു ദൈവമനുഷ്യനുണ്ട്. ആർക്കും വേണ്ടാതെ കിടന്ന് നായ്ക്കളും നക്കി കിടന്നൊരു മനുഷ്യൻ, വഴിനീളെ ഛർദ്ദിച്ച് വീട്ടിൽ വൈകുന്നേരങ്ങളിൽ എത്തിപ്പെടാതെ രാവുകളെ വഴിയുടെ വീതികളിലാക്കി മാറ്റിയിരുന്നൊരു മനുഷ്യൻ. എന്നാൽ കർത്താവായ യേശു എന്ന നാമനിമിത്തം രക്ഷിക്കപ്പെട്ടത് എളിയദാസൻ ഓർക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരോട്, കൊട്ടുകോണം ദേശനിവാസികളോട്, എൻ്റെ മുൻപിൽ ഇരിക്കുന്നവരോട് ഈ രാത്രി കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മൾ ഒരുമിച്ച് ചോദിക്കുന്നു, ആദം വേർ ആർ യു? ആദം നീ എവിടെയാണ്? സർവശക്തനായ ദൈവം ഏദൻ പറുദീസയിൽ സൃഷ്ടിച്ചാക്കപ്പെട്ട മനുഷ്യനോട് ചില അനുസരിക്കേണ്ട കാര്യാദികളെ ഒന്ന് പറഞ്ഞു കൊടുത്തു. ഇന്നിന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം, ഇന്നിന്നത് ചെയ്യരുത്. മനുഷ്യ സഹജമായൊരു പ്രത്യേകതയാണ് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത്. ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത്. എനിക്ക് 2 മക്കളാണ്. അതിൽ ഇളയവനോട് പ്ലസ് ടു വിദ്യാർത്ഥിയായിരിക്കുന്നവനോട് ഞങ്ങൾ ചെറുപ്പത്തിൽ എടാ ഇങ്ങോട്ട് വാട എന്ന് വിളിച്ചാൽ അവൻ അങ്ങോട്ട് പോകും. അപ്പം ചെറുപ്പത്തിൽ അവൻ്റെ ഒരു ശീലമായിരുന്നത്. അപ്പോൾ 2-3 വയസ്സുള്ളപ്പോൾ അപ്പോൾ ഞങ്ങൾ പറയും എടാ അങ്ങോട്ട് പോടാ എന്ന് ഞങ്ങൾ പറയും. അപ്പോൾ അവൻ ഇങ്ങോട്ട് വരും. ഞങ്ങൾക്ക് ഇങ്ങോട്ട് അവൻ പറഞ്ഞു, ഞങ്ങൾ പറയും എടാ അങ്ങോട്ട് പോടാന്ന് പറയും, അവന് ഇങ്ങോട്ട് വരും. അങ്ങനത്തെ ശീലങ്ങളുള്ള ആളുകളൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. നോക്കരുത്, ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ എന്താ, ചെയ്താൽ എന്താ, തുറക്കരുതെന്ന് പറഞ്ഞാൽ തുറന്നാൽ എന്താ എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ശീലങ്ങളുള്ള ആളുകളെ നമുക്ക് കാണാനായിട്ട് കഴിയും. സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള കഥകളുണ്ട്. പാത്രത്തിനകത്ത് വണ്ടിനെയും കുത്തുന്ന ജീവികളെയൊക്കെ അടച്ചു വെച്ചിട്ട് തുറക്കരുതെന്ന് പറഞ്ഞിട്ട് പോയി തുറന്നും അതിൻ്റെ കുത്തു മേടിച്ച കഥകളൊക്കെ കൊച്ചു ക്ലാസ്സിൽ മലയാളത്തിലൊക്കെ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്തും ഏതുമായിക്കൊള്ളട്ടെ, ഏദനിൽ ആദ്യം ദൈവം സൃഷ്ടിച്ചാക്കിയ മനുഷ്യനിലും അത് തന്നെയാണ് സംഭവിച്ചത്. ചാൾസ് ഡാർവിൻ്റെ സിദ്ധാന്തം അനുസരിച്ചല്ല മനുഷ്യൻ ഭൂമിയിൽ ഉളവാക്കപ്പെട്ടത്, മനുഷ്യൻ ഉണ്ടാകപ്പെട്ടത്. പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായ ഡാർവിൻ പോലും അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഈ ലോകവാസം വെടിഞ്ഞു പോയത്. മനുഷ്യനെ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കുകയായിരുന്നു. കുരങ്ങിൻ്റെ വാല് ലോപിച്ച് അതിനേതാണ്ടൊക്കെ രൂപമാറ്റം വന്ന് ഉണ്ടായതല്ല ഞാനും നിങ്ങളും എന്നുള്ള കാര്യം ഈ രാത്രി തിരിച്ചറിയണം. കർത്താവിൻ്റെ വചനം ഏദനിൽ സൃഷ്ടിച്ചാക്കിയ ആദ്യ മാതാപിതാക്കളിൽ ആദാമിനോട് ചോദ്യമാണ്, നീ എവിടെയാണ്? അതിൻ്റെ പശ്ചാത്തലങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിലേക്കൊന്നും എളിയവൻ പോകുന്നില്ല. നീ എവിടെ? ഈ രാത്രി കോട്ടുകോണത്തുള്ള വിശ്വാസികളോടും അവിശ്വാസികളോടുമെല്ലാം കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമാണ്, വേർ ആർ യു? നീ എവിടെ? നീ എവിടെ? നീ എവിടെ? നീ മദ്യത്തിനകത്താണോ? നീ മന്ത്രവാദങ്ങൾക്കകത്താണോ? നീ മറ്റെന്തെങ്കിലും ദുസ്വഭാവങ്ങൾക്കകത്താണോ? മ്ലേച്ഛതകൾക്കകത്താണോ? ഭാര്യാഭർത്തൃ ബന്ധത്തിന് വെളിയിലുള്ള മ്ലേച്ഛമായ അസന്മാർഗികമായ ബന്ധങ്ങൾക്കകത്താണോ? വേർ ആർ യു? നീ എവിടെയാണ്? നീ നിൻ്റെ
കുടുംബത്തിന് വെളിയിലാണോ, നീ നിൻ്റെ ജീവിതത്തിന് വെളിയിലാണോ, നീ നിൻ്റെ സിസ്റ്റാവിന് വെളിയിലാണോ, നീ നിൻ്റെ സമൂഹത്തിന് വെളിയിലാണോ, എവിടെയൊക്കെയോ ഒറ്റപ്പെട്ടു പോയ ചിലരെ ചേർത്തണയ്ക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഉത്തമ സഖിയായ നസ്രയനായ യേശു കർത്താവ് ചിലതിനെ ഈ രാത്രി വിളിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ചിലരെ വിളിക്കുകയാണ് തൻ്റെ സഖിത്വത്തിലേക്ക്, തൻ്റെ സ്നേഹാർദ്രമായ കരുതലിലേക്ക്, സ്നേഹാർദ്രമായ സംരക്ഷണത്തിലേക്ക് കർത്താവ് ചിലരെ വിളിക്കുകയാണ്. ഇന്നു മുതലുള്ള ചില ദിവസങ്ങൾ സ്നേഹിക്കാൻ ആരുമില്ലെന്നുള്ള തോന്നലിലാണോ, ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ള ചിന്തയിലാണോ, കർത്തൃദാസന്മാർ തുടക്കത്തിൽ ഓർപ്പിച്ചതുപോലെ ആത്മഹത്യയല്ലാതെ എൻ്റെ മുൻപിൽ മറ്റൊരു വഴിയില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന കാലങ്ങളിലാണോ? അരുതേ പ്രിയരെ, അരുതേ. ഈ രാത്രി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന എളിയവന് പറയാനൊരു സാക്ഷ്യമുണ്ട്. എൻ്റെ അപ്പായി അമ്മായും എൻ്റെ 6ാമത്തെ വയസ്സിൽ എന്നെയും കൊന്ന്, എനിക്കിളയ കുഞ്ഞു പെങ്ങൾ 1 വയസ്സ് പ്രായമുള്ള എൻ്റെ അനിയത്തിയെയും കൊന്ന്, ബിസിനസ്സെല്ലാം തകർന്ന എൻ്റെ അപ്പൻ ആത്മഹത്യയ്ക്ക് വേണ്ടി അമ്മായും അപ്പായും ഞങ്ങൾ 2 കുഞ്ഞുങ്ങളും ഒരുമിച്ച് മരിക്കാനിരുന്ന ഒരു രാത്രി പാവപ്പെട്ട ഒരു ഉപദേശി അപ്പച്ചൻ ഞങ്ങളുടെ പുരയ്ക്കകത്തേക്ക്, കൂരയ്ക്കകത്തേക്ക് കയറി വന്നു. നസ്രയനായ യേശു ക്രിസ്തുവിനെ എൻ്റെ അപ്പായിക്കും അമ്മായിക്കും നൽകി. അന്നു മുതൽ ഇന്ന് വരെ ജീവിത ചരിത്രം മാറ്റി എഴുതിയ വിധങ്ങൾ മാത്രമേ എളിയവന് ഓർപ്പിപ്പാനുള്ളൂ. മരണത്തിൻ്റെ കണികൾ സുവിശേഷം അഴിച്ചുമാറ്റി, മരണചിന്തകളെ സുവിശേഷം എടുത്തുമാറ്റി കർത്താവിനായി ജീവിക്കാനുള്ള സമർപ്പണമുണ്ടായി. തകർച്ചകളെ പണിത ദൈവത്തെ, തകർച്ചകളിൽ പണിയുന്ന ദൈവത്തെ മറ്റാരേക്കാളും അതിയായി പ്രസംഗിക്കാൻ എനിക്ക് സന്തോഷമാണ്, എനിക്ക് ആനന്ദമാണ്. ആമേൻ. ഇവിടെ ഇരിക്കുന്ന ആരെയെങ്കിലും കടം കൊടുക്കാനുള്ളത് കൊണ്ട് വഴിയിൽ തടഞ്ഞു നിർത്തി കൈ പിറകിലേക്ക് പിടിച്ചു കൂട്ടിക്കെട്ടി നാട്ടുകാർ ഒരുമിച്ച് ഭേദ്യം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലുമൊക്കെ കടം കൊടുക്കാനുള്ളത് കൊണ്ട് കടക്കാർ വരുമ്പോൾ കട്ടിക്കീഴേ കയറി ഇരുന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കടക്കാരെ പേടിച്ച് രാത്രി മാത്രം പുറത്തിറങ്ങി നടന്നിട്ടുള്ളവരുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ എൻ്റെ കുടുംബ പശ്ചാത്തലത്തിൽ എൻ്റെ മാതാപിതാക്കളിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള തകർന്നടിഞ്ഞ ജീവിത മേഖലകളിൽ ഞങ്ങളെ പണിതെടുത്ത ഒരുവനുണ്ട്. അത് സ്വന്തം ബന്ധങ്ങൾ ആരുമല്ല, ഈ ഭൂമിയിലെ സ്നേഹിതരാരുമല്ല. പലരും ഒറ്റുകൊടുത്തപ്പോൾ, കൂടെ നിന്ന് ചതിച്ചപ്പോൾ, കുതികാല് വെട്ടിയപ്പോൾ, വാരിക്കുഴികൾ കുഴിച്ചപ്പോൾ, ജീവിതത്തിൻ്റെ സകല കുഴികളിൽ നിന്നും ഭക്തൻ പറയുന്നത് പോലെ, സങ്കീർത്തനകാരൻ പറയുന്നത് പോലെ, നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും ഞങ്ങളെ കരകയറ്റിയൊരു ദൈവം തമ്പുരാനുണ്ട്. ഞങ്ങളെ രക്ഷിച്ചൊരു കർത്താവുണ്ട്. ഞങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടപ്പാ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് നിലവിളിച്ചപ്പോൾ ഞങ്ങളുടെ കൊച്ചു കൂരയ്ക്കകത്തേക്ക് താണിറങ്ങി വന്ന കാണിക്കകൾ ആഗ്രഹിക്കാതെ, മറ്റ് ദാനധർമ്മങ്ങൾ ആഗ്രഹിക്കാതെ, ഞങ്ങളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ, നിൻ്റെ ഹൃദയം മാത്രം എനിക്ക് മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കൊച്ചു വീടിനകത്തേക്ക് ഇറങ്ങി വന്ന ഒരു രക്ഷകനുണ്ട്. ആ നാമം യേശു എന്ന നാമമാണ്. ഏത് പാപത്തെയും, ഏത് ശാപത്തെയും, ഏത് രോഗത്തെയും നീക്കാൻ പര്യാപ്തമായ ഏക നാമമേ ഭൂമിയിലുള്ളൂ. ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശു എന്ന നാമമാണ്. പല നാമങ്ങളിൽ ഒരു നാമമല്ല, ആ നാമം മാത്രം രക്ഷയ്ക്ക് പര്യാപ്തമായ ഏക നാമമാണ്. ആകയാൽ ആ നാമത്തിൻ്റെ ശബ്ദം ഈ രാത്രി നമ്മുടെ ഇടയിൽ മുഴങ്ങുകയാണ്. നീ എവിടെയാണ്? നീ എവിടെയാണ്? ഞാനും നിങ്ങളും ഈ രാത്രി എവിടെയാണ്? വിശ്വാസ സമൂഹത്തോട് ഒരു ചോദ്യം. നമ്മൾ എവിടെയാണ്? നമ്മൾ എവിടെയാണ്? നമ്മളൊക്കെ ഇവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക് യാത്ര പുറപ്പെട്ടെന്ന് വിചാരിക്കുക. അവിടെ നമ്മളെക്കാത്തൊരു സ്നേഹിതൻ നിൽപ്പുണ്ടെന്ന് കരുതുക. ഇവിടെ നിന്ന് കോട്ടിക്കോണെന്ന് പുറപ്പെട്ട് നമ്മളോട് ചോദിക്കുന്നു, എവിടെ വരെ എത്തി? നമ്മൾ പറയുകയാണ്, ഞാൻ നെയ്യാറ്റിൻകര വരെ എത്തി, അല്ല ബാലരാമപുരം കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ കരമന കഴിഞ്ഞു, ഞങ്ങൾ ഇതുവഴി പോകുകയാണെങ്കിൽ കാട്ടാക്കട കഴിഞ്ഞു, അല്ലെ തിരുമല കഴിഞ്ഞു. അങ്ങനെ പറയാൻ കാരണം എന്താണ്? എത്തപ്പെട്ട സ്ഥലത്തെക്കുറിച്ച് യഥാർത്ഥമായ ബോധ്യം, യാഥാർത്ഥ്യ ബോധ്യം ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇന്ന സ്ഥലം വരെ കഴിഞ്ഞു എന്ന് കൃത്യമായി തിട്ടമായി പറയുന്നത്. കർത്തൃദാസന്മാരെ, ദൈവജനമേ, പരിശുദ്ധാത്മാവ് ഈ രാത്രി നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. താങ്കളുടെ യാത്രയിൽ എവിടെ വരെ എത്തിയിട്ടുണ്ട്? ക്രിസ്തീയ ജീവിത യാത്രയിൽ താങ്കളിപ്പോൾ എവിടെയാണ്? എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുകയാണോ? അതോ വഴി മാറിപ്പോയിട്ടുണ്ടോ? റൂട്ട് വിട്ട് മാറിയിട്ടുണ്ടോ? യഥാർത്ഥമായ വഴി വിട്ട് മാറിയിട്ടുണ്ടോ? പലരും യാത്രയിലാണ്.
പക്ഷെ എന്തിനു വേണ്ടിയുള്ള യാത്രയാണെന്നറിയില്ല. പലരും ഓട്ടത്തിലാണ്, എന്തിനു വേണ്ടിയുള്ള ഓട്ടമാണെന്നറിയില്ല. പലരും എന്തൊക്കെയോ നേടാനുള്ള അത്യധ്വാനത്തിലാണ്, പക്ഷെ എന്ത് നേടുന്നതിന് വേണ്ടിയാണെന്നറിയില്ല. ഈ രാത്രി എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹത്തോടൊരു വാക്ക് പറഞ്ഞ് മുൻപോട്ട് മാറട്ടെ. പ്രിയരെ, ഞാനും നിങ്ങളും ഓടുന്നെങ്കിൽ അത് ലക്ഷ്യത്തിലേക്കാകണം, നടക്കുന്നെങ്കിൽ അത് ലക്ഷ്യത്തിലേക്കാകണം. പോകുന്നത്, സഞ്ചരിക്കുന്നത് സഞ്ചാരപാത. ഞാൻ തന്നെ വഴിയെന്നരുളി ചെയ്ത ശ്രീയേശുനാഥൻ്റെ കാഴ്ചവടുകളെ പിൻപറ്റിക്കൊണ്ട് അനുധാവനം ചെയ്തുകൊണ്ട് മാത്രമായിരിക്കണം ഈ രാത്രി നമ്മുടെ വഴികളിലേക്കൊന്ന് നോക്കിക്കേ. സഞ്ചരിക്കേണ്ട വഴിയിലൂടെയാണോ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? അതോ എവിടെയെങ്കിലും നമ്മൾ മിസ്ഗൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും കർത്താവിൻ്റെ ദാസന്മാർ പരസ്യമായി പറയേണ്ടതല്ലെങ്കിൽ പോലും സന്ദർഭവശാൽ നമ്മുടെ വാക്പരിധിക്കകത്ത് നിന്നുകൊണ്ട് പറയട്ടെ, അതോ ഏതെങ്കിലും പാസ്റ്റർമാർ നമ്മളെ മിസ്ഗൈഡ് ചെയ്തിട്ടുണ്ടോ? നമ്മളെ വഴിതെറ്റിച്ചിട്ടുണ്ടോ? ആരെങ്കിലും നമ്മുടെ റൂട്ട് മാറ്റി വിട്ടിട്ടുണ്ടോ? എങ്കിൽ ഈ രാത്രി കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ക്രിസ്തീയ ജീവിത യാത്രയിൽ കർത്താവ് എന്നോട് ചോദിക്കുന്നു, ഷിബു, നീ എവിടെയാണ്? നിൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ, നിൻ്റെ ഫാമിലി ലൈഫിൽ, നിൻ്റെ മിനിസ്ട്രിയിൽ നീ എവിടെയാണ്? എനിക്ക് ദൈവത്തോട് കൊടുക്കാൻ ഒരു ആൻസർ ഉണ്ടായിരിക്കണം. കർത്തൃദാസന്മാരെ, ദൈവജനമേ, എനിക്കും നിങ്ങൾക്കും കൊടുക്കാൻ ഒരു ആൻസർ ഉണ്ടായിരിക്കണം. നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, 2 അന്യഭാഷ പറയാൻ തുടങ്ങി, ഏതെങ്കിലുമൊക്കെ ഓർഗനൈസേഷൻ്റെ ഭാഗമായി രജിസ്റ്ററിൽ പേരുള്ളവരായി നിൽക്കുന്നു. എല്ലാം ആയെന്ന് ചിന്തിച്ച് നമ്മൾ സ്വയം തൃപ്തിപ്പെടുന്നവരായി പോകരുതേ. അബദ്ധജടിലമായ ഒരു മായാ ലോകത്തിലാണ് ഞാനും നിങ്ങളും, മൂഢ സ്വർഗത്തിലാണ്, മറക്കരുത്. അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ ആത്മീയത ഒരു മായാജാലമല്ല, ആത്മീയത ഇന്ദ്രജാല പ്രകടനമല്ല, ആത്മീയത ഒരു മാസ്മരീകതയല്ല, ആത്മീയത ഒരു മായാജാലക്കാരൻ്റെ കയ്യിലിരിക്കുന്ന, ഇന്ദ്രജാലക്കാരൻ്റെ കയ്യിലിരിക്കുന്ന മാന്ത്രിക വടി പോലെയുള്ള എന്തോ ഒരു സംഭവമല്ല. കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്ന യഥാർത്ഥമായ ആത്മീയതയുടെ അന്തസത്ത ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഉപദേശ സത്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ വഴിതെറ്റാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. കഴിഞ്ഞൊരു ദിവസം ഒരു മകനെ ഞാൻ കണ്ടു. അവനോട് ചോദിച്ചു, മക്കളെ എവിടെയാണ്? അപ്പോഴോ, ഞങ്ങളെ ഞാനിപ്പോൾ സഭായോഗത്തിനൊന്നും പോകുന്നില്ല, ഞാനിപ്പം കൂട്ടായ്മയ്ക്കൊന്നും പോകുന്നില്ല, നിങ്ങളുടെ ആളുകളുമായിട്ട് എനിക്ക് ബന്ധമില്ല. പൊതുവേദി ആകെ കൊണ്ടും വിസ്താര ഭയം കൊണ്ടും ഇങ്ങനെ പറയട്ടെ, നിങ്ങളുടെ ആളുകളുമായി എനിക്ക് ബന്ധമില്ല. നമ്മുടെ ബന്ധക്കോസിൻ്റെ ഒരു 3-ാം തലമുറ അവൻ്റെ സ്വന്തം പെങ്ങളെ ഒരു പാസ്റ്റ് അടിച്ചുകൊണ്ട് പോയപ്പോൾ അവൻ പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അത് പരസ്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. ചോദിക്കുക, എന്തിന് ഞാൻ ദൈവത്തെ വിളിക്കണം? നിങ്ങളുടെ വർഗം ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ എന്തിന് ദൈവത്തെ വിളിക്കണം? കർത്തൃദാസന്മാരായ ഞങ്ങളിൽ, വിശ്വാസികളായ നമ്മളിലൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ കൊട്ടുക്കോണം ദേശം ദൈവത്തെ അറിയണമെങ്കിൽ, നമ്മുടെ അയൽപക്കങ്ങൾ ദൈവത്തെ അറിയണമെങ്കിൽ, നമ്മുടെ സ്നേഹിതർ ദൈവത്തെ അറിയണമെങ്കിൽ ഒച്ചപ്പാടുകളും ബഹളങ്ങളും കൊട്ടിഘോഷങ്ങളുമല്ല വേണ്ടത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതമെന്ന യാഥാർത്ഥ്യം കർത്താവിനോടൊപ്പം നടക്കുന്നതായിരിക്കട്ടെ. ജീവിതമെന്ന യാഥാർത്ഥ്യത്തെ വായിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്നേഹിതർ, നാട്ടുകാർ വിളിച്ചു പറയട്ടെ, അവൻ ഒരു ദൈവഭക്തനാണ്, അവളൊരു ദൈവഭക്തനാണ്. ജീവിതമെന്ന യാഥാർത്ഥ്യത്തെ വിസ്മരിക്കാതെ ഈ രാത്രി ഞാനും നിങ്ങളും എവിടെയാണെന്ന്, ഞാനും നിങ്ങളും ആരെങ്കിലും വഴിതെറ്റിയിട്ടുണ്ടോ എന്ന്, ഞാനും നിങ്ങളും ആരെങ്കിലും ക്രിസ്തീയ ജീവിതയാത്രയിൽ റൂട്ട് മാറിപ്പോയിട്ടുണ്ടോ, സഞ്ചാരപാത മാറിപ്പോയിട്ടുണ്ടോ എന്ന് ഈ രാത്രി ഒന്ന് വിചിന്തനം ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ മുൻപാകെ പറയട്ടെ. കർത്താവേ, സത്യം തുറന്നങ്ങ് പറ, ഞാൻ സ്റ്റക്കായിരിക്കുക, അല്ലെങ്കിൽ ഞാൻ വഴി മാറിപ്പോയിട്ടുണ്ട്, എൻ്റെ കുടുംബം, എൻ്റെ തലമുറ, ഞാൻ ഇച്ചിരി റൂട്ട് മാറിയിട്ടുണ്ട്, പേരുകൊണ്ട് ഞാൻ പള്ളിക്കകത്തുണ്ട്, പക്ഷേ എൻ്റെ നേരിൻ്റെ അനുഭവത്തിൽ, ദൈവവുമായുള്ള ബന്ധത്തിൽ എൻ്റെ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാ കർത്താവേ എന്നൊന്ന് പറയാൻ നമ്മളിൽ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? സ്നേഹിച്ചണച്ചു പിടിച്ചുകൊണ്ട് ആ കുഞ്ഞിനോട് ചില കാര്യങ്ങൾ പറഞ്ഞ് കൃപയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ ആ കുഞ്ഞ് ഞങ്ങളോട് ഒരുമിച്ച് നിന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം. വഴിമാറി സഞ്ചരിക്കുന്ന ചിലതിനെയൊക്കെ, റൂട്ട് വിട്ടുപോയ ചിലതിനെയൊക്കെ, എവിടെയൊക്കെയോ ദൈവിക പദ്ധതിയിൽ നിന്ന് മാറിക്കിടക്കുന്ന ചിലതിനെ ദൈവ പദ്ധതിയുടെ ഭാഗമാക്കുവാനായി ഒരുക്കപ്പെട്ടതായിരിക്കട്ടെ ഈ സുവിശേഷ
യോഗം കർത്തൃദാസന്മാരുടെ ഉള്ളിൽ അവിചാരിതമായി തോന്നി എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി വയ്ക്കപ്പെട്ടതാണ് ഈ കൂട്ടായ്മയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അനാദികാലത്തിനു മുൻപ് ഭൂമിക്കടിസ്ഥാനമിട്ടവൻ്റെ മുൻനിർണയത്തിൽ നിർണയിക്കപ്പെട്ട ഒന്നാണ് ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ കൂട്ടായ്മയെന്നും കൂടിവരവെന്നും വചനം വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന എളിയ ദാസൻ വിശ്വസിക്കുകയാണ്. ആകയാൽ ആദമിനോട് ചോദിച്ച അതേ ചോദ്യം, നീ എവിടെ? ആദമേ, നീ എവിടെ? നീ എവിടെ? നീ എവിടെ? എന്താണ് ഈ രാത്രി നമുക്ക് മറുപടി കൊടുക്കാനുള്ളത്? നമ്മൾ എവിടെയാണ്? എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണോ? ഒളിച്ചിരിക്കുന്നെങ്കിൽ, മറവിടം തേടുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോ രഹസ്യമുണ്ടെന്നുള്ളതാണ്. രഹസ്യങ്ങൾ ജീവിതത്തിൽ ഇല്ലാത്ത ഒരാൾക്കും ഒന്നും മറക്കേണ്ട ആവശ്യമില്ല. രഹസ്യങ്ങൾ ജീവിതത്തിലുള്ളവരാണ് മറവിടങ്ങൾ, ഒളിവിടങ്ങൾ തേടുന്നത്, അന്വേഷിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് പലപ്പോഴും തുറന്ന നമ്മുടെ വരാന്തയിൽ വന്നിരുന്ന് അവരുടെ ഫോൺ കൈകാര്യം ചെയ്യുന്നില്ല? അടച്ചിട്ട മുറിക്കകത്ത് അല്ലെങ്കിൽ പുതപ്പിൻ്റെ കീഴിൽ കയറിയിരുന്ന് അവരിതൊക്കെ നോക്കുന്നു, കൈകാര്യം ചെയ്യുന്നു. ഒളിക്കാനും മറയ്ക്കാൻ, അപ്പ കാണാതിരിക്കാൻ, അച്ഛൻ കാണാതിരിക്കാൻ, അമ്മ കാണാതിരിക്കാൻ, ഡാഡ് കാണാതിരിക്കാൻ, മമ്മ കാണാതിരിക്കാൻ, എന്തൊക്കെയും അവരുടെ കയ്യിലുള്ളത് കൊണ്ടല്ലേ അവർ ചില ഒളിവിടങ്ങൾ, ചില സ്ഥലങ്ങൾ തേടുന്നത്. എന്തുകൊണ്ട് ഉറക്കെ സംസാരിക്കാതെ വളരെ പമ്മിപ്പിടിച്ച് സംസാരിക്കുന്നു? പത്ത് പൂച്ചയെപ്പോലെ അവർ പതുങ്ങി സംസാരിക്കുന്നു. ഒരിക്കൽ അമ്മ പറഞ്ഞു, എൻ്റെ മോൻ പാസ്റ്ററെ 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. എൻ്റെ മോള് 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. ഞാൻ എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? കൊച്ചി രാത്രി 11 മുതൽ 12 വരെ 1 മണിക്കൂർ, ചിലപ്പോൾ അതങ്ങ് നീളുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നല്ല കാര്യം, ആ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം. അയ്യോ, ഈ +2 പഠിക്കുന്നൊരു കുഞ്ഞ് ഇത്രയും സമയമൊക്കെ പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ എത്ര സന്തോഷമുള്ള കാര്യമാണ്. ഈ ഫാമിലി കൗൺസിലിങ്ങും കുഞ്ഞുങ്ങളുടെ ഇടയിലൊക്കെയുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു, ആ മോളെ എനിക്കൊന്ന് കാണണം. കുഞ്ഞിനെ ഒരു ദിവസം അമ്മ കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ അതിൻ്റെ കണ്ണിലേക്ക് നോക്കിയപ്പോഴേ മനസ്സിലായി കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു. കണ്ണ് കുഴിഞ്ഞിരിക്കുമ്പോഴേ നമുക്കറിയാം ഉറക്കം കുറവാണ്. അല്ലെങ്കിൽ ആഹാരത്തിൻ്റെ ഇല്ലായ്മയുണ്ട്, ആരോഗ്യത്തിൻ്റെ കുറവുണ്ട്, ഒത്തിരി കാര്യങ്ങൾ കൊണ്ട് കണ്ണുകുഴിയും. സ്തോത്രം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഉറക്കക്കുറവാണ്. അതെങ്ങനെ അറിയാം? അതിന് ചില വിദ്യകളുണ്ട്. അതെല്ലാം പൊതുവിൽ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഞാൻ ചോദിച്ചു, മോളെ ഉറക്കം കുറവാണല്ലോ? ഇല്ലെങ്കിലേ ഞാൻ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അല്ല, കൊച്ചിന് എന്തോ ഇച്ചിരി ഉറക്കക്കുറവൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു, ശരിയാ പാസ്റ്റേ, കൂടിപ്പം തലവേദനയാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞു, ഫോണൊന്ന് കന്നേ, മോൻ്റെ ഫോണിൻ്റെ ആ ലോക്കൊന്ന് മാറ്റിക്ക്. ചുമ്മാതെ ആ ഫോൺ ഉപയോഗിച്ച സമയം ഒന്ന് നോക്കി. ഫോൺ ഉപയോഗിച്ച സമയം, എത്ര സമയം അങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ട്, എത്ര സമയം ഇങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ട്, അതൊക്കെ ഇത് നോക്കുമ്പോൾ അറിയാം. ചുമ്മാതെ അതിൻ്റെ അനുവാദത്തോടെ ഞാൻ നോക്കിക്കോട്ടെ എന്ന് ചോദിച്ചു. സ്തോത്രം. അത് സംസാരിച്ചിരിക്കുന്ന സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഞെട്ടിക്കുന്ന കണക്കുകൾ. എത്ര അവറുകൾ, എത്ര സമയങ്ങളാണ് സംസാരിച്ചിരിക്കുക അറിയാമോ? ഞാൻ കൊച്ചിനോട് ചോദിച്ചു, വാസ്തവമായി സത്യം പറ, അമ്മ പ്രാർത്ഥിക്കുകയാണോ പുതപ്പിനടിയിൽ, അതോ വേറെന്തെങ്കിലും ചെയ്യുകയാണ്? അമ്മ നോക്കുമ്പോൾ പുതപ്പ് തലവഴിയിട്ട് മൂടി കുഞ്ഞ് ആടിയിരിക്കുകയാണ്. അമ്മ വിചാരിക്കുന്നത് കുഞ്ഞ് പ്രാർത്ഥിക്കുന്നെന്നാ. അമ്മ അഥവാ ചോദിച്ചാൽ പറയും, അമ്മയെ ശല്യപ്പെടുത്താതെ ഡിസ്റ്റർബൻസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വിടുകയാണ്. പക്ഷേ അവൾ അന്ന് പറഞ്ഞു, എൻ്റെ മുറിക്കകത്ത് ലോക്കിടുന്നില്ല, അമ്മ അപ്പം അനുവദിക്കുന്നില്ല. പക്ഷേ ആ പുതപ്പിനകത്ത് ഞാൻ ഓൺ കോളിലാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, കുഞ്ഞുങ്ങളെ, നീ എവിടെയാണ്? പകലന്തിയോളം നിന്നെ പുലർത്താൻ, നിന്നെ പഠിപ്പിക്കാൻ, നിനക്ക് ശാപ്പാട് തരാൻ, നിനക്ക് വസ്ത്രം വാങ്ങാൻ, നിന്നെ പഠിപ്പിക്കാൻ, നിനക്ക് ട്യൂഷൻ ഫീ തരാൻ, പകലന്തിയോളം ഒരു മൃഗത്തെ പോലെ പണിയെടുക്കുന്ന, രക്തം വെള്ളമാക്കുന്ന നിൻ്റെ അപ്പയെ നീ ചതിക്കുകയല്ലേ? നിൻ്റെ അച്ഛനെ ചതിക്കുകയല്ലേ? നിൻ്റെ അമ്മയെ ചതിക്കുകയല്ലേ? പകലന്തിയോളം നിനക്ക് വേണ്ടി അടുക്കളയുടെ ഇട്ടാവട്ടത്തിലും തൊഴിലുറപ്പ് സ്ഥലങ്ങളിലും മറ്റ് പല ഇടങ്ങളിലും പല ഫാക്ടറികളിലും പണിയെടുക്കുന്ന നിൻ്റെ അമ്മയെ, നിൻ്റെ അപ്പനെ, കുഞ്ഞെ, മോനെ, മോളെ നീ ആരായാലും ചതിക്കുകയല്ലേ? ഒരു ഉപദേശി എന്ന നിലയിൽ, ഒരപ്പൻ എന്ന നിലയിൽ, 2 മക്കളുടെ അപ്പൻ എന്ന നിലയിൽ, ഒരു സഭയുടെ പാസ്റ്റർ എന്ന നിലയിൽ, ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എൻ്റെ ചോദ്യം, മോനെ, മോളെ, നീ എവിടെയാണ്? നിൻ്റെ വിദ്യാഭ്യാസത്തിൽ നീ എവിടെയാണ്? നിൻ്റെ
നിൻ്റെ ആത്മീയതയിൽ നീ എവിടെയാണ്? നിൻ്റെ ജീവിതത്തിൽ നീ എവിടെയാണ്? നിൻ്റെ കുടുംബത്തിനകത്ത് നീ എവിടെയാണ്? ഭർത്താക്കന്മാരെ, എനിക്കൊരു ചോദ്യമുണ്ട്. എവിടെയാണ്? നമ്മുടെ നാട്ടിലൊക്കെ വിദേശ സംസ്കാരത്തിൻ്റെ കടന്നുകയറ്റങ്ങൾ, വേലിയിറക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പാശ്ചാത്യ സംസ്കാരത്തിൽ 2 മാസം ലാലിയാണെങ്കിൽ 3 മാസം ലൗലിയാണ്, അടുത്ത 2 വർഷത്തേക്ക് സ്റ്റെല്ലയാണ്, അടുത്ത 6 കൊല്ലത്തേക്ക് വേറൊരാളാണ്. അങ്ങനത്തെ സംവിധാനമാണ് പാശ്ചാത്യ സംസ്കാരം. ചായ കുടിക്കുന്നത് പോലെ മാറി മാറി എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുന്ന സംസ്കാരത്തിൻ്റെ ഉടമസ്ഥരായി ഇന്ന് മലയാളിയും മാറിയിരിക്കുന്ന അതിദുഃഖകരമായ ഒരു കാഴ്ച കാണുന്നുണ്ട്. കുടുംബജീവിത ബന്ധങ്ങൾക്ക് വെളിയിൽ മനുഷ്യൻ കടന്നു പോകുന്ന പാപപ്രവൃത്തികൾക്ക് ദൈവക്രോധത്തിൻ്റെ കോടാലി ഉയരാതിരിക്കുകയില്ല എന്ന് ഈ രാത്രി നാം തിരിച്ചറിഞ്ഞുകൊള്ളണം. കുടുംബസ്ഥരോട് ദൈവത്തിൻ്റെ ഒരു ചോദ്യം: മാന്യ സഹോദര, താങ്കൾ ഹൈന്ദവനാകട്ടെ, താങ്കൾ ക്രിസ്ത്യാനിയാകട്ടെ, താങ്കൾ മുസൽമാനാകട്ടെ, ജൈനനാകട്ടെ, പാസനാകട്ടെ, ആരുമായിക്കൊള്ളട്ടെ, ഒരു ചോദ്യം: കുടുംബജീവിതത്തിൽ താങ്കൾ എവിടെയാണ്? ഭാര്യയോടും അതുപോലെ തന്നെ, സഹോദരിമാരോടും അതുപോലെ തന്നെ, നിൻ്റെ കുടുംബജീവിതത്തിൽ നീ എവിടെയാണ്? കർത്താവ് നമ്മളോടെല്ലാം പൊതുവായി ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ രാത്രി: താങ്കൾ എവിടെയാണ്? ശരിക്കൊരു ഉത്തരം നമുക്ക് കൊടുക്കുവാനുണ്ടോ? പാട്ടുകാരായ സഹോദരങ്ങളൊക്കെ പാടും. നിത്യതയിലേക്ക് പാടിമറഞ്ഞ് പ്രസംഗിച്ചു മറഞ്ഞ ആശാര്യോപദേശി പാടിക്കൊണ്ടിരുന്നൊരു പാട്ടുണ്ട്: കണക്കെഴുത്തിൻ പ്രമാണി വിളിച്ചു ചോദിക്കുന്നേരം ശരിക്കൊരു ഉത്തരം പറവാൻ നിനക്ക് ഉണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നോടും നിങ്ങളോടും കാര്യം തീർക്കുന്ന ഒരു നാളുണ്ട്. എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ രഹസ്യങ്ങൾ പാടില്ല. വചനം പഠിപ്പിക്കുന്നു, രഹസ്യവുമായി യാത്ര ചെയ്തവൾ, അധികം വിശദീകരിക്കാതെ അവസാനിപ്പിക്കട്ടെ, രഹസ്യവുമായി യാത്ര ചെയ്തവൾ അങ്ങ് കനാനിലെത്തിയില്ല. അവൾ വഴിയിൽ വീണുപോയി. അവളെ വഴിയരികെ അടക്കം ചെയ്തു. അവളുടെ ഓർമ്മയ്ക്ക് വേണ്ടി അവിടെ ഒരു പിച്ചുല വൃക്ഷവും നട്ടുപിടിപ്പിച്ചു. യാക്കോബ് അധികം സ്നേഹിച്ച റാഹേലിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. അധികം സ്നേഹിച്ചു, ഒത്തിരി ഇഷ്ടപ്പെട്ടു, സുന്ദരിയായിരുന്നു, മനോഹര രൂപിണിയായിരുന്നു. പക്ഷേ അവൾ കനാനിലെത്തിയില്ല. സുന്ദരി, മനോഹര രൂപിണി, അവൾ വഴിയിൽ പോയി. കാരണമെന്നാണ്? അപ്പൻ്റെ ഗൃഹബിംബങ്ങൾ ഒട്ടകക്കോപ്പിനകത്തെടുത്തിട്ട് അതിനു മീതെ കയറിയിരുന്ന് രഹസ്യം ഒളിപ്പിച്ചവൾ കനാനിലെത്തിയില്ല. കനാൻ എന്ന സ്വർഗരാജ്യം, കനാൻ എന്ന ദൈവിക ദർശനത്തിൻ്റെ ഉദാത്തമായ മാതൃക, എൻ്റെയും നിങ്ങളുടെയും പ്രത്യാശ, അതിൻ്റെ ഉറവിടം, അതിൻ്റെ ലക്ഷ്യം എൻ്റെ പ്രിയ തിരിച്ചറിയണം. അത് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവർക്കുള്ളതല്ല. ഈ രാത്രി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏതെങ്കിലും ദൈവികമല്ലാത്ത രഹസ്യങ്ങൾ ഗോപ്യമായി കൊണ്ട് നടക്കപ്പെടുന്നുണ്ടെങ്കിൽ, ദൈവികമല്ലാത്ത ഇടപാടുകൾ ഞാനും നിങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ, അനുസരണക്കേടിൻ്റെ ആത്മവ്യാപാരത്താൽ ഞാനും നിങ്ങളും ജീവിതത്തെ മലീമസമാക്കി തീർത്തുകൊണ്ടിരിക്കുന്നെങ്കിൽ, ദൈവക്രോധത്തിൻ്റെ വടി എനിക്കും നിങ്ങൾക്കും നേരെ ഓങ്ങിപ്പിടിച്ചുകൊണ്ട് വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു: സ്നേഹിത, മടങ്ങി വരിക, മടങ്ങി വരിക ദൈവത്തിങ്കിലേക്ക്, സിസ്റ്റാവിലേക്ക്, ഉടയവനിലേക്ക് മടങ്ങി വരിക. ആ സന്ദേശമാണ് കർത്താവിന് പറയാനുള്ളത്. ചോദ്യം: നീ എവിടെയാണ്? എവിടെയാണ്? രഹസ്യങ്ങളുമായി പോയവൾ വഴിയരികെ വീണു. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവികമല്ലാത്ത എല്ലാ ഇടപാടുകളെയും എടുത്തു മാറ്റിക്കൊണ്ട് ഈ രാത്രി ഒന്ന് മടങ്ങി വരുവാൻ, നമ്മുടെ ഫോണിൻ്റെയൊക്കെ ആ സീക്രട്ട് ലോക്കുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന വിവിധ ആപ്പുകൾ, ആരും കാണാതെയുള്ള മെസ്സേജുകൾ, രഹസ്യങ്ങൾ ഒരുപാട് പലരിലും കാണാം. പക്ഷേ രഹസ്യങ്ങൾ സകലതും നമ്മളെ തകർത്തുടയ്ക്കുന്നതാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഓരോ ദിവസവും പത്രദ്വാര നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, മീഡിയ പുറത്തുവിടുന്ന, ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തകൾ, എത്ര അരുംകൊലകളാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന എത്രയെത്ര സ്ഥിതിവിശേഷങ്ങളാണ് ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു ദിവസങ്ങളിൽ നമ്മുടെ സമീപ പ്രദേശത്ത്, നമ്മുടെ വെള്ളട പോലീസ് സ്റ്റേഷനിൽ പിടിക്കപ്പെട്ട ചില കേസുകൾ, കഞ്ചാവുമായി ചില സ്കൂൾ വിദ്യാർത്ഥികൾ, കോളേജ് വിദ്യാർത്ഥികൾ പിടിക്കപ്പെടുവാനിടയായി. അപ്പനും അമ്മയ്ക്കും അറിയത്തില്ല മക്കളുടെ രഹസ്യങ്ങൾ, അപ്പനും അമ്മയും മനസ്സിലാക്കുന്നില്ല മക്കളുടെ രഹസ്യങ്ങൾ.
അവർക്ക് വില കൂടിയ വസ്ത്രങ്ങൾ, വില കൂടിയ മൊബൈൽ ഫോണുകൾ, വില കൂടിയ ഷൂസ്, വില കൂടിയ വാച്ച്, വില കൂടിയ വാഹനങ്ങൾ അവർ തന്നെ കണ്ടെത്തുകയാണ്. ഈ അപ്പനമ്മ ചോദിക്കേണ്ട എവിടെ നിന്നാണെന്ന് അറിയില്ല. അപ്പനും അമ്മയും അറിയാത്ത രഹസ്യങ്ങൾ ചില കുഞ്ഞുങ്ങളെ, പ്രായപൂർത്തിയായവരെ ഇരുമ്പഴിക്കുള്ളിലേക്കും പ്രായമാകാത്ത 18 തികയാത്ത ചിലരെ ജുവൈനൽ ഹോമിലേക്കും മാറ്റുമ്പോൾ ഒരു കാര്യം വ്യക്തമായി എളിയദാസൻ വിളിച്ചു പറയുന്നു: മാതാപിതാക്കളെ, എനിക്കും നിങ്ങൾക്കും അറിയാൻ വയ്യാത്ത രഹസ്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും കയ്യിലുണ്ടാകാം. ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കട്ടെ. സർവശക്തനായ ദൈവമേ, ഏതെങ്കിലും തലമുറ വഴിമാറി സഞ്ചരിക്കുന്നെങ്കിൽ, ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടെങ്കിൽ, അവൻ സഞ്ചരിക്കേണ്ട സഞ്ചാരപാതയിൽ നിൽക്കാതെ, കുടുംബ ബന്ധങ്ങൾക്കകത്ത് നിൽക്കാതെ, ദൈവിക ബന്ധങ്ങൾക്കകത്ത് നിൽക്കാതെ വെളിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയ കർത്താവേ, ഒന്ന് മടക്കി വരുത്തണമേ, ഒന്ന് തിരികെ കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഈ കൂട്ടായ്മ ഉതകട്ടെ. സ്തോത്രം. ചോദ്യം: നീ എവിടെ? നീ എവിടെ? നീ എവിടെ? അടുത്ത ഹാബേലിനോടൊരു കയ്യിനോടൊരു ചോദ്യം ദൈവം ചോദിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ, ഞാൻ അതിൻ്റെ വിഷയമല്ല അയക്കുക, ഒന്ന് ഓടിച്ചു വിട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. കയ്യിനെ, ഹാബേൽ എവിടെ? നിൻ്റെ സഹോദരൻ എവിടെ? ചോദിക്കും ദൈവം നമ്മളോട്. നമ്മുടെ തലമുറകൾ എവിടെ? ദൈവം കൂട്ടായി തന്ന ദാസൻ എവിടെ? ദാസി എവിടെ? അപ്പനെവിടെ? അമ്മയെവിടെ? നമ്മുടെ ദൈവം നമ്മളോട് ചോദിക്കും, എവിടെയാണ് ഞാൻ നിന്നെ ഏൽപ്പിച്ചതൊക്കെ? താലന്ത് തന്നിട്ടുണ്ടോ? യജമാനൻ തീർച്ചയായിട്ടും തിരികെ വരും, ചോദിക്കും, ഞാൻ നിന്നെ ഏൽപ്പിച്ചത് എന്ത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ദൈവം തന്ന കുടുംബം എന്തിയെ? ദൈവം നൽകിയ കുടുംബം എന്തിയെ? ദൈവം നൽകിയ കുടുംബം എന്തിയെ? ദൈവം നൽകിയ ജീവിതം എന്തിയെ? എനിക്കും നിങ്ങൾക്ക് കളഞ്ഞു കുളിക്കാനുള്ളതല്ല, എനിക്കും നിങ്ങൾക്ക് തോന്നിവാസമിട്ട് നശിപ്പിച്ച് കളയാനുള്ളതല്ല. കർത്താവ് പറയുന്നു, നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതും ദൈവാനുരൂപമായി ഒരുക്കിയെടുക്കേണ്ടതുമാണ് എന്നുള്ള കാര്യം ഈ രാത്രി മറക്കരുത്. ഒന്നാമത്തെ ചോദ്യം ഇവിടെ നിൽക്കട്ടെ: നീ എവിടെ? രണ്ട്, നമ്മൾ ലൂക്കോസ് വിശേഷത്തിലേക്ക് വരികയാണ്. ലൂക്കോസ് 19 നമ്മൾ വായിച്ചു. സ്തോത്രം. ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. കാട്ടത്തിമരത്തിനകത്ത് കയറിയിരുന്ന ഒരു മനുഷ്യൻ യേശുവിനെ കാണുവാൻ പൊക്കത്തിൽ കുറിയവനാകൊണ്ട് അവനെ കർത്താവ് കണ്ട് അവനോടൊപ്പം അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. എങ്ങനെ ജീവിച്ചാലും, ഏത് തോന്നിവാസത്തിൽ പോയാലും ആളുകൾക്ക് പ്രശ്നമല്ല. പക്ഷേ ഒരുവൻ ദൈവത്തെ അറിഞ്ഞാൽ ചിലർക്കത് ബുദ്ധിമുട്ടാണ്. ഒരാൾ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയാൽ ചിലർക്കതൊരു അപമാനമാണ്. അവൻ കള്ളു കുടിച്ചാലും, ജയിലിൽ പോയാലും, കൊലപാതകം നടത്തിയാലും, വ്യഭിചാരം ചെയ്താലും മ്ലേച്ഛമായ ഏത് വഴിയിൽ പോയാലും ചിലർക്ക് പ്രശ്നമല്ല. പക്ഷെ ദൈവത്തെ അറിഞ്ഞ് നേരെ ചൊവ്വേ ജീവിക്കാൻ ചിലർ തീരുമാനിച്ചാൽ ചിലർക്കതൊരു പ്രശ്നമാണ്, ചിലർക്കതൊരു വിഷയമാണ്. സ്തോത്രം. അങ്ങനെയുള്ള ആളുകളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ അപ്പ നശിച്ച് തകർന്നു കിടന്നപ്പോൾ ആർക്കൊരു പ്രശ്നമല്ല, തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. കർത്താവിനെ അറിഞ്ഞ് ഒരു പാവപ്പെട്ട കൂട്ടായ്മയ്ക്കകത്ത് പോയി കർത്താവിനെ ആത്മാവിലും സത്യത്തിലും വേർപെട്ട് ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ബന്ധുക്കളും സ്വന്തക്കാരൊക്കെ വന്നു. നിങ്ങൾക്കിതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? പക്ഷേ സധൈര്യം വന്ന് അപ്പനും അമ്മയും പറഞ്ഞു, ഞങ്ങൾക്കിതിൻ്റെ ആവശ്യമുണ്ട്, ഞങ്ങൾക്കിതിൻ്റെ ആവശ്യമുണ്ട്, ഞങ്ങൾക്കിതിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾക്കിതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? ഞങ്ങൾക്കിതിൻ്റെ ആവശ്യമുണ്ട്. ഈ രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം പറയട്ടെ: ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. എന്താണ് ശിക്ഷ? നരകമാണ് ശിക്ഷ. പാപത്തിനൊരു ശിക്ഷയുണ്ട്. ഞാനും നിങ്ങളും സ്തോത്രം ദൈവം മുമ്പാകെ അറിയേണ്ട ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നൊരു കാര്യമുണ്ട്. ദൈവമുമ്പാകെ നമ്മൾ പാപം ചെയ്ത് പാപികളാകുകയല്ല, നമ്മൾ പാപികളാകയാൽ പാപം ചെയ്യുകയാണ്. നമ്മളൊരു കള്ളനെ ഓടിച്ചിട്ട് പിടിച്ചു, അവന് 2 അടിയൊക്കെ കൊടുത്തു, ഇടിയൊക്കെ കൊടുത്തു. നമ്മളവനെ വിളിച്ചു കള്ളൻ, കള്ളൻ, കള്ളൻ. അവൻ മോഷ്ടിച്ചത് കൊണ്ടാണോ കള്ളനായത്? അവൻ മോഷ്ടിച്ചത് കൊണ്ടല്ല കള്ളനായത്, അവൻ കള്ളനായത് കൊണ്ടാണ് മോഷ്ടിച്ചത്. ഇതുപോലെ തന്നെ നമ്മൾ പാപം ചെയ്യുന്നത് നമ്മൾ പാപികളായതുകൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത്. ഈ പാപത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി നസ്രയനായ യേശു ക്രിസ്തു കന്യകയിൽ ഭൂമിയിൽ ജന്മമെടുക്കുവാനിടയായി തീർന്നു. വചനം പിടിക്കുമ്പോൾ നമ്മൾക്കിങ്ങനെ കാണുന്നു: കാലത്തിൻ്റെ തികവിൽ കന്യകയുടെ മകനായി കർത്താവ് ഭൂമിയിൽ ജനിക്കുകയാണ്. കാലിത്തൊഴുത്തിൽ കിടത്തപ്പെട്ട് വിദ്വാൻമാരാൽ, ആട്ടിടയന്മാരാൽ നമസ്കരിക്കപ്പെട്ട് കർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. മാതാപിതാക്കൾക്ക് 30 വയസ്സ് വരെ കീഴ്പ്പെട്ട് ജീവിച്ച് 30ാമത്തെ വയസ്സിൽ യോർദാനിൽ യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് ഉപവസിച്ച് പ്രാർത്ഥിച്ച് പിശാചിനെ ജയിച്ച് ശുശ്രൂഷയെ ആരംഭിച്ച് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും തന്നെ അയച്ച പിതാവിൻ്റെ പ്രവൃത്തിയെ സ്വർഗത്തെ ഭൂമിയിൽ വെളിപ്പെടുത്തി, പിതാവിനെ ഭൂമിയിൽ വെളിപ്പെടുത്തി.
ഗെത്സമന തോട്ടത്തിൽ പിടിക്കപ്പെട്ട്, ഗെത്സമനിയിൽ പിടിക്കപ്പെട്ട്, പീലാത്തോസിൻ്റെ ഗബത എന്ന കൽത്തളത്തിൽ താൻ തകർക്കപ്പെട്ട്, അടിക്കപ്പെട്ട്, ഉടയ്ക്കപ്പെട്ട്, കാൽവറിയിൽ ഗോൽഗോദായിൽ രണ്ട് ദുഷ്പ്രവർത്തിക്കാർക്ക് നടുവിൽ, വാനിനും ഭൂവിനും നടുവിൽ യേശു കർത്താവ് തൂങ്ങപ്പെടുകയാണ്, ക്രൂശിക്കപ്പെടുകയാണ്. ശിരസിൽ മുൾക്കിരീടധാരിയായി, താടിരോമങ്ങൾ നാണയത്തുട്ടുകളാൽ പിഴുതു പറിച്ചെടുക്കപ്പെട്ടവനായി, മുഖത്ത് തുപ്പലുകൾ ഏൽക്കപ്പെട്ടവനായി, പുറമുഴുവച്ചാൽ പോലെ കീറപ്പെട്ടവനായി, വിലാപ്പുറം കുത്തി തുറക്കപ്പെട്ടവനായി, കാൽക്കരങ്ങൾ കാരിരുമ്പാണികളാൽ തറയ്ക്കപ്പെട്ടവനായി, ഏലി ഏലി ലമ്മ ശബക്ദാനി എന്ന് ഉറക്കെ നിലവിളിച്ച് പ്രാണനെ പിതാവായ ദൈവത്തിൻ്റെ കയ്യിൽ ഭരമേൽപ്പിച്ച് അരിമത്യക്കാരനായ ജോസഫിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം ദിവസം അവിടെ നിന്ന് പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാൽ ഉയർത്തെഴുന്നേറ്റ് നോക്കി നിൽക്കുന്ന, കാത്തു നിൽക്കുന്ന ശിഷ്യഗണങ്ങളോട് ഞാൻ പോയതുപോലെ തന്നെ വീണ്ടും വരുമെന്ന് പറഞ്ഞ് സ്വർഗാരോഹണം ചെയ്ത നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തു അനധിവിദൂര ഭാവിയിൽ തൻ്റെ വിശുദ്ധ സഭയെ ചേർക്കുവാൻ മടങ്ങി വരും എന്നുള്ളത് സഭയുടെ വീണ്ടെടുക്കപ്പെട്ട ജനത്തിൻ്റെ പ്രത്യാശാ വിഷയമാണ്, പ്രശംസാ വിഷയമാണ്. അകതാരിൽ ആത്മാവിൽ ആ പ്രത്യാശയുള്ളവർ ചേർന്ന് ദൈവത്തിനൊന്ന് മഹത്വം നൽകും. ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഭൂമിയിലെ അവതാര, കർത്താവിൻ്റെ മരണം അത് നമ്മുടെ ജസ്റ്റിഫിക്കേഷൻ, നമ്മുടെ നീതീകരണത്തിന് വേണ്ടിയായിരുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മരണം നമ്മുടെ പാപത്തിൻ്റെ സകല ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ നമുക്ക് തരുന്നതിന് വേണ്ടിയായിരുന്നു. നീതീകരണം എന്ന വാക്ക് റോമ ലേഖനത്തിൽ നമ്മൾ കാണുകയാണ്. നീതീകരണം അത് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലിനെ സൂചിപ്പിക്കുന്ന പദമാണ്. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലിനെ സൂചിപ്പിക്കുന്ന പദമാണ് നീതീകരണം. അടുത്തൊരു പദം നമ്മൾ ദൈവദാസന്മാർ, നമ്മുടെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ സഭകളിലൊക്കെ കൂടെ കേൾക്കുന്നൊരു പദമാണ്. അത് ശുദ്ധീകരണം എന്നുള്ള വാക്കാണ്. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണത്തില്ല. ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്നൊക്കെ നമ്മൾ വായിക്കുന്നു, കേൾക്കുന്നു, കാണുന്നു, അറിയുന്നു. എന്താണ് ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ? പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെട്ടവർക്ക് മരണം വരെ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ ലഭിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഇതിനകത്തിരിക്കുന്ന ആരും, എൻ്റെ മുൻപിലിരിക്കുന്നവരും ഞാനുൾപ്പെടെ എൻ്റെ പിന്നിലിരിക്കുന്നവരും പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും വിടുവിക്കപ്പെട്ടവരല്ല. അതുകൊണ്ടാണ് ഓരോ കൂട്ടായ്മകളിലും രക്തത്താലും വചനത്താലും നാമത്താലും ഒക്കെയുള്ള കഴുകലുകൾ പ്രാപിച്ച് ശുദ്ധീകരണത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട് നമ്മൾ ജീവിക്കുന്നത്. പാപത്തിൻ്റെ കടന്നാക്രമണം നമ്മുടെ ജീവനുള്ള കാലം വരെ എനിക്കും നിങ്ങൾക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ചിന്തകളിലാകട്ടെ, നോട്ടങ്ങളിലാകട്ടെ, സംസാരങ്ങളിലാകട്ടെ, കേൾവികളിലാകട്ടെ, പ്രവൃത്തികളിൽ, ഇടപാടുകളിലാകട്ടെ, പാപത്തിൻ്റെ കടന്നാക്രമണം ഇതിനകത്തിരിക്കുന്ന സകലരിലും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇനി നോക്ക്, എൻ്റെ ഒരു ചോദ്യം, ഇതിനകത്ത് ചീത്ത പറയാൻ അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? വല്ല പൊടിക്കൊച്ചുങ്ങൾ വല്ലതും കാണും, ചീത്ത വാക്കുകൾ പറയാൻ അറിയാൻ വയ്യാത്തവർ. ബാക്കി ഇതിനകത്തിരിക്കുന്ന മിക്ക ആളുകൾക്കും നല്ല മുടുമുട്ടൻ ചീത്തകൾ പറയാൻ അറിയാം. എന്തുകൊണ്ട് നമ്മൾ വിളിക്കുന്നില്ല? വിളിക്കുന്നവരുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ടോണം. സഭയിലെ അന്യഭാഷയും വീട്ടിലെ അന്യായ ഭാഷയും നിർത്തിക്കോണം. വിളിക്കാൻ പലർക്കും അറിയാം. പാസ്റ്റർമാരെ ഞങ്ങൾക്ക് നല്ല ഒന്നാന്തര യമണ്ടൻ ചീത്തകൾ അറിയാം, പക്ഷെ വിളിക്കുന്നില്ല. എന്നാ വിളിക്കാത്തത്? മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കണം എന്നൊരു ബോധ്യവും വാക്ക് കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതായിരിക്കണമെന്നൊരു ചിന്തയും ഉള്ളത് കൊണ്ടാണ്. സ്തോത്രം. നമ്മളൊക്കെ ചെയ്യുന്നത് എന്താണ്? ഈ ചോക്ലേറ്റ് അലിച്ചിറക്കുന്നത് പോലെ നാവിൻ്റെ തുമ്പത്ത് വരും, പക്ഷേ അങ്ങ് വിഴുങ്ങും അല്ലേ? ചോക്ലേറ്റ് അലിച്ചിറക്കുന്ന പോലെ നാക്കിൻ്റെ അറ്റത്ത് ചിലപ്പോൾ ചില സാധനമൊക്കെ വരും, പക്ഷേ പരസ്യം അപ്പോഴാണ് ഓർക്കുന്നത് ഞാൻ ആരാണെന്ന്. വിളിക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല വിളിക്കാത്തത്. ഇതെന്താ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കയറി വരുന്നത്? ദേഷ്യം വരുമ്പോൾ ഈ സാധനങ്ങളൊക്കെ എന്താ കയറി വരുന്നത്? എൻ്റെ നിങ്ങളുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് മാത്രമേ യേശുക്രിസ്തുവിൻ്റെ രക്തം നിമിത്തം എനിക്കും നിങ്ങൾക്കും വിടുതൽ ലഭിച്ചിട്ടുള്ളൂ. പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് ഇതിനകത്തിരിക്കുന്ന ആർക്കും വിടുതൽ കിട്ടിയിട്ടില്ല. ഭാര്യയുടെ നേരെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കൈ ഓങ്ങിക്കൊണ്ട് അണ്ണന്മാരൊക്കെ വരാൻ കാരണം എന്നാ? അണ്ണന്മാർക്ക് നേരെ ചെരുപ്പൂരിക്കൊണ്ട്, പണ്ടായിരുന്നു ഒലക്കയൊക്കെ, ഇപ്പോൾ ഒലക്കയൊന്നും ഇല്ലല്ലോ. സ്തോത്രം. വലിയ തവിയൊക്കെ എടുത്തുകൊണ്ട് ചേച്ചിമാർ ചെല്ലാൻ കാരണം എന്നാ? പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് ഇതുവരെ നമുക്ക് എന്നാ കിട്ടിയിട്ടില്ല?
വിടുതൽ കിട്ടിയിട്ടില്ല. ഈ വണ്ണമുള്ള ഈ ലോക ജീവിതത്തിൽ അനുദിനം നമ്മൾ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിനാണ് കർത്താവിൻ്റെ രക്തത്തിലും വചനത്തിലും നാമത്തിലുമൊക്കെ നമ്മൾ ഓരോ ദിവസവും ശരണപ്പെട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലാണ്. അടുത്തൊരു പദം കൂടെ പറഞ്ഞ് നിർത്തിയേക്കാം ആ ഭാഗം. വിശുദ്ധീകരണം, നീതീകരണം, ശുദ്ധീകരണം, വിശുദ്ധീകരണം. എന്താണ് വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ? വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജനത്തെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനത്തെ ദൈവാനുരൂപമാക്കി ദൈവത്തിൻ്റെ സ്വഭാവത്തോട് ദൈവത്തിൻ്റെ നീതിയോട് മാറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. നീതീകരണം കൂടാതെ, ശുദ്ധീകരണം കൂടാതെ, വിശുദ്ധീകരണം കൂടാതെ ഒരാൾക്കും ദൈവത്തോടൊപ്പമായിരിക്കാൻ കഴിയുകയില്ല. എൻ്റെ പ്രിയരെ ശ്രദ്ധിക്കൂ. സക്കായിയെ നോക്കി യേശു കർത്താവ് പറഞ്ഞത്, ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. മരത്തിൻ്റെ മുകളിലിരുന്ന സക്കായി അവൻ ഇറങ്ങി വരികയാണ്. എവിടേക്ക്? യേശുവിൻ്റെ അരികിലേക്ക്. ഈ രാത്രി ഇരിക്കുന്ന കൊമ്പുകളിലൊക്കെ ഇരുന്നാൽ യേശുവിനെ കാണാം. നമ്മൾ കാണാൻ പറ്റത്തില്ലെന്ന് പറയത്തില്ല. താങ്കളായിരിക്കുന്ന കൊമ്പുകൾ, അതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഇരിക്കുന്ന ഇടത്തിരുന്നാൽ ഉറപ്പായിട്ടും യേശുവിനെ കാണാം. ഏത് മതത്തിൻ്റെയോ ഏത് സമുദായത്തിൻ്റെയും ഏത് ശാഖകളൊക്കെ ആയിക്കൊള്ളട്ടെ, യേശുവിനെ കാണാൻ പറ്റും. കാണാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ യേശു ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ വേണമെങ്കിൽ ആ കൊമ്പിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരണം. കർത്താവുമായുള്ള കൂട്ടായ്മ വേണമെങ്കിൽ ഇരിക്കുന്ന കൊമ്പിൽ നിന്ന് താഴെ ഇറങ്ങി വരണം. കർത്താവിനെ കാണാനായിട്ടല്ല ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്, കർത്താവുമായുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതാണ് തുടക്കത്തിൽ ഞാൻ ഓർപ്പിച്ചത്. ക്രിസ്തു യേശുവുമായുള്ള സ്നേഹബന്ധത്തിലേക്ക്, സ്നേഹബാന്ധവത്തിലേക്ക്, ആ പിരിയ ബന്ധത്തിലേക്ക് ചിലരെ ആവശ്യമായിട്ട് കർത്താവിനുണ്ട്. ഹല്ലേലൂയ. എൻ്റെ യേശു കർത്താവിൻ്റെ സ്നേഹം ഞങ്ങളുടെ കൂടാരത്തിനകത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾ കയറിയിരുന്ന ഒരു കൊമ്പുണ്ട്. ആ കൊമ്പീന്ന് ആ ഓർത്തഡോക്സിൻ്റെ കൊമ്പീന്ന് ഞങ്ങളിങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നു. ട്രമ്മടിച്ച് പാടുന്ന ഒരു പാവപ്പെട്ട കൂട്ടായ്മയ്ക്കകത്തേക്ക് പോയിരുന്ന് കൊട്ടിപ്പാടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ പാസ്റ്ററപ്പച്ചനും അവിടുത്തെ വിശ്വാസികളും അകം തുറന്ന്, ഹൃദയം തുറന്ന്, ഉള്ളു തുറന്ന്, കർത്താവേ ഈ കുടുംബത്തെ രക്ഷപ്പെടുത്തണമേ, ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഈ കുടുംബം നിന്ന മാറട്ടെ, ഇവരുടെ അപമാനം മാറട്ടെ, ചങ്കുപൊട്ടി ഉള്ളു തുറന്ന് സർവശക്തനായ ദൈവത്തോട് ദൈവസ്നേഹത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ പരിണിത ഫലം എളിയ ദാസൻ ഇവിടെ നിന്ന് ധൈര്യമായി കർത്താവിനെ പ്രസംഗിക്കുന്നു. റാന്നിയുടെ ഒരു കുഗ്രാമത്തിൽ നിന്ന്, തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ഈ ഗ്രാമമേഖലകളിൽ നിന്ന് കർത്താവിനെ പ്രസംഗിക്കുമ്പോൾ കഴിഞ്ഞ 16 വർഷമായി ചെമ്പൂരിൽ കൊച്ചു പ്രവർത്തനമുണ്ട്. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു വേല. ഒരു 500 ദൈവമക്കൾ അവിടെയുണ്ട്. ആ ദൈവമക്കളുടെ ശുശ്രൂഷകനായി നിന്ന് കർത്താവിനെ സേവിക്കുമ്പോൾ ഒരു കാര്യം എളിയവൻ അറിയാം, ഒരു കാര്യം എനിക്കറിയാം. ഏത് തകർച്ചകളെയും പണിത് രക്ഷപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട്. കുഞ്ചേ ചില കൊമ്പിൽ ഇരുന്നാൽ പോരാ, നിനക്ക് കർത്താവിനെ കണ്ടാൽ മതിയെങ്കിൽ മതി. പക്ഷെ കൂട്ടായ്മ വേണമെങ്കിൽ, കർത്താവിൻ്റെ സാമീപ്യം വേണമെങ്കിൽ, അവൻ്റെ വാക്ക് കേൾക്കണമെങ്കിൽ, അവൻ്റെ തലോടൽ അനുഭവിക്കണമെങ്കിൽ, അവൻ്റെ സ്നേഹം അനുഭവിക്കണമെങ്കിൽ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇരിക്കുന്ന കൊമ്പിൽ നിന്ന് താഴെ ഇറങ്ങിയേ മതിയാവും. ചോദ്യം, നീ എവിടെയാണ്? കർത്താവേ ഞാൻ ഇന്ന കൊമ്പിലാണ്. കർത്താവ് പറയുക, വേഗം ഇറങ്ങി വാ. ഇറങ്ങി വന്നാൽ എന്നാ ഗുണം കർത്താവേ? നിനക്കും എനിക്കും തമ്മിൽ ഒരു കൂട്ടായ്മയുണ്ടാകും. എനിക്കും നിനക്കും തമ്മിൽ ഒരു കൂട്ടായ്മയുണ്ടാകും. ഈ രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നു കൊട്ടുകോണം ദേശത്ത്, നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ തലമുറകൾക്കകത്ത്, നമ്മുടെ ജീവിതത്തിനകത്ത് യേശു ക്രിസ്തുവുമായൊരു കൂട്ടായ്മ. ലോകവുമായിട്ടല്ല, പാപവുമായിട്ടല്ല, ശാപവുമായിട്ടല്ല, ലോകത്തിൻ്റെ ദാടി മോടികളുമായിട്ടല്ല, മദ്യമായിട്ടല്ല, മയക്കുമരുന്നുമായിട്ടല്ല, മ്ലേച്ഛതകളുമായിട്ടല്ല, യേശു ക്രിസ്തുവുമായി, സർവത്തിൻ്റെയും ഉടയവനും നിത്യജീവൻ്റെ ആധാരവുമായ യേശു ക്രിസ്തുവുമായൊരു കൂട്ടായ്മ ഈ രാത്രി ആവശ്യമായിട്ടുണ്ടെന്ന് എനിക്ക് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? ഇരിക്കുന്ന കൊമ്പുകളിൽ നിന്ന് താഴെ ഇറങ്ങി വന്നേ പറ്റൂ. കർത്താവിൻ്റെ ചോദ്യം, കർത്താവിൻ്റെ ശബ്ദം സക്കായി താഴെ ഇറങ്ങി. കർത്താവ് പറയുകയാണ്, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. വേഗം ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം വിടട്ടെ. റോമർ 13:11 ശീഘ്രം പറഞ്ഞു നിർത്തട്ടെ. വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ എവിടെയാണ്?
അടുത്തിരിക്കുകയാണ്. കൈയെത്തുന്ന അകലത്തിൽ രക്ഷ നിൽപ്പുണ്ട്. എത്ര പേർ കൈ നീട്ടി അതിനെ ഒന്ന് തൊടാൻ, എടുക്കാൻ സന്മനസ് കാണിക്കും? എല്ലാവർക്കും യേശു നൽകുന്ന ദാനങ്ങൾ വേണം. എൻ്റെ പ്രിയരറിയണം, ദാനങ്ങളെക്കാൾ വലുതാണ് ദാതാവ്. ഒരു കഥ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു രാജാവ് ഒരിക്കൽ ധാരാളം സമ്മാനങ്ങൾ കൊട്ടാരത്തിൽ വാരി വിതറി. എന്നിട്ട് പറഞ്ഞു, ആവശ്യമുള്ള പ്രജകൾ എല്ലാം വന്ന് പറക്കിയെടുത്തോണമെന്ന് പറഞ്ഞു. ഒരു കൊച്ചു ചെറുക്കൻ പോയി പിടിച്ചത് രാജാവിനെയാണ്. ആളുകൾ അവിടെ കണ്ട വാരി വിതറിയിട്ട സ്വർണ്ണ നാണയങ്ങളും മറ്റു പലതും പോയി വാരി പിടിച്ച് വാരി കൂട്ടിയെടുക്കുമ്പോൾ ഒരു കൊച്ചു ചെറുക്കൻ പോയി ഓടിപ്പോയി രാജാവിനെ പിടിച്ചു. എല്ലാവരും ചോദിച്ചോടെ, ഇവിടെ വാരി വിതറിയിട്ടിരിക്കുന്ന സാധനങ്ങൾ എടുക്കാതെ നീ എന്തിനാണ് രാജാവിനെ പിടിക്കുന്നത്? അവൻ പറഞ്ഞെന്നാണ് പറയുന്നത്. കഥയാണ്, കഥയിൽ കാര്യവുമില്ല ചോദ്യവുമില്ല. അവൻ പറഞ്ഞെന്നാണ് പറയുന്നത്, ഇതെല്ലാം ഇവിടെ വാരി വിതറിയിട്ടിരിക്കുന്നത് ഈ രാജാവാണ്. ഈ വാരി വിതറിയിട്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ രാജാവിൻ്റെ പക്കലുണ്ട്. ഈ രാജാവിനെ പിടിച്ചാൽ എൻ്റെ ആയുഷ്കാല, എൻ്റെ ജീവകാല എനിക്ക് വേണ്ടിയതെല്ലാം ഈ രാജാവ് തരും. അവൻ പോയി പിടിച്ചത് രാജാവിനെയാണ്. എൻ്റെ ചോദ്യം, യേശു തരുന്ന സൗഖ്യം മതിയോ? യേശു തരുന്ന വിടുതൽ മതിയോ? യേശു തരുന്ന വീട് മതിയോ? യേശു തരുന്ന വിദ്യാഭ്യാസം മതിയോ? യേശു തരുന്ന മക്കളുടെ ഭാവി മതിയോ? അതോ നിങ്ങൾക്ക് യേശുവിനെ വേണമോ? പല ആളുകൾക്കും വേണ്ടിയത് യേശു നൽകുന്ന വസ്തുവകകളാണ്. ഈ രാത്രി ഞാൻ പ്രിയോട് പറയുന്നു, യേശുവിനെ മുറുകെ പിടിച്ചാൽ നിനക്ക് വസ്തുവക കിട്ടും. യേശുവിനെ മുറുകെ പിടിച്ചാൽ നിന്റെ വീട് കിട്ടും. യേശുവിനെ മുറുകെ പിടിച്ചാൽ മക്കളുടെ ഭാവി ഉണ്ടാകും. യേശുവിനെ മുറുകെ പിടിച്ചാൽ സൗഖ്യങ്ങൾ നടക്കും. യേശുവിനെ മുറുകെ പിടിച്ചാൽ പാപശാപ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. യേശുവിനെ മുറുകെ പിടിച്ചാൽ ആര് അഴിയത്തില്ലെന്നും ആര് മാറത്തില്ലെന്നും ആര് വിടുവിക്കപ്പെടത്തില്ലെന്നും പറയുന്ന പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, അതിനെല്ലാം പരിഹാരമുണ്ടാകും. പക്ഷെ യേശുവിനെ വേണ്ട, യേശു നൽകുന്നത് മതിയെന്ന് പറയുകയാണോ? തെറ്റിപ്പോയി, അബദ്ധത്തിലാണ്. എനിക്ക് നിങ്ങൾക്ക് എവിടെയോ പിഴച്ചു. ഈ രാത്രി ഒന്ന് തെറ്റുതിരുത്താൻ മനസ്സുണ്ടോ? കർത്താവിനായി ഹൃദയം കൊടുക്കാൻ, യേശുവിനായി ജീവിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ അടുത്താണ്. കഴിഞ്ഞ വർഷമാണ് എൻ്റെ അപ്പ മരിക്കുന്നത്. 80ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പായും ഞങ്ങളുമെല്ലാം ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ 5 വർഷമായി കാണാതിരിക്കുന്ന ഇളയ സഹോദരി വീട്ടിൽ വന്നു. ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, ഒരുമിച്ച് ആഹാരം കഴിക്കുന്നു. അപ്പൻ്റെ മുറിയിലേക്ക് പോയി. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, അല്പം പ്രഷർ, അല്പം ഷുഗറുള്ള ഒഴിച്ച് ബാക്കി ആരോഗ്യത്തിന് പ്രശ്നമൊന്നുമില്ല. കണ്ണാടിയില്ലാതെ, ആമേൻ, 48ാമത്തെ വയസ്സിൽ കണ്ണാടി വെക്കാതെ എനിക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ 80ാമത്തെ വയസ്സിലും കണ്ണാടിയില്ലാതെ ബൈബിൾ വായിക്കുകയും പത്രം വായിക്കുകയും പുസ്തകങ്ങളൊക്കെ വായിക്കുകയും ചെയ്യുന്ന എൻ്റെ അപ്പൻ അങ്ങനെ വലിയ ആരോഗ്യ പ്രശ്നമില്ലാത്ത ഒരാൾ കിടക്കയിലേക്കൊന്ന് വിശ്രമിക്കണമെന്ന് പറഞ്ഞു പോയി. അല്പം കഴിഞ്ഞപ്പോൾ വിളിച്ച് പുറവൊന്ന് തടവിത്തരാൻ പറഞ്ഞു. പുറവൻ തടവിക്കൊണ്ടിരിക്കുമ്പോൾ താനൊന്ന് കുഴഞ്ഞു വീണു. അത്ര തന്നെ ആൾ ലോകം വിട്ട് യാത്രയായി ഞങ്ങളുടെ കണ്ണിന് മുൻപിൽ. എന്നെ കേൾക്കുന്ന പ്രിയരെ, എപ്പോഴാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം തീരുന്നതെന്നറിയത്തില്ല. പേടിപ്പിക്കുകയല്ല. നാളെ രാത്രി നാളെ വെളുപ്പിനെ ഞാനും നിങ്ങളും എത്ര പേർ ഉറങ്ങി വെളുപ്പിക്കുമെന്നറിയില്ല. നാളെ രാത്രി ഇവിടുത്തെ സുവിശേഷ യോഗത്തിന് എത്ര പേർ വന്നിരിക്കുമെന്നറിയില്ല. എൻ്റെ പാസ്റ്റർമാർ പേടിക്കത്തില്ലെന്ന് എനിക്കറിയാം. നമ്മളിൽ എത്ര പേർ ഈ വേദിയിൽ ഇരിക്കാൻ കാണുമെന്ന് ആർക്കും ഉറപ്പില്ല. ഉണ്ടോ ദൈവദാസന്മാരെ? ആർക്കും ഉറപ്പില്ല. എപ്പോഴാണ് തീരുന്നറിയില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്ന് രാത്രി എൻ്റെ മരണമാണെങ്കിലും കർത്താവിൻ്റെ വരവാണെങ്കിലും ഹല്ലേലൂയ, രണ്ടിലേതാണെങ്കിലും എൻ്റെ യേശപ്പായുടെ ഒപ്പമായിരിക്കും ഞാൻ. അത് ഉറപ്പാക്കിയിരിക്കുകയാണ്. 2012 ക്യാൻസർ എന്ന് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി, ഒന്ന് വിറച്ചു. ഏതൊരാളെയും പോലെ ഒന്ന് ഭാരപ്പെട്ടു. അടഞ്ഞുപോയ ശബ്ദം, ഇനി ഒരിക്കലും ശബ്ദം തിരികെ കിട്ടത്തില്ലെന്ന് മെഡിക്കൽ സയൻസ് പറഞ്ഞപ്പോൾ, ബ്ലഡ് വോമിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ഈ ശബ്ദത്തിലേക്ക് ഇനി ഒരു മടങ്ങി വരെ ഉണ്ടാകത്തില്ലെന്ന് ഉള്ള വാക്കുകൾ, ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്ന അനുഭവങ്ങൾ, ശരീരത്തിൽ ബാധിക്കപ്പെടുന്ന ലിംഫോമയുടെ മുഴകൾ എല്ലാം കൂടെ ആകപ്പാടെ ജീവിതത്തെ സങ്കീർണമാക്കിയപ്പോൾ കർത്താവിൻ്റെ വചന ശാന്തമായി ധ്യാനിക്കാനും പഠിക്കാനും തുടങ്ങി. കല്ലറകൾ കൊണ്ട് അവസാനിക്കാത്തതും മരണം കൊണ്ട് തീരാത്തതുമായ നിത്യപ്രത്യാശയെക്കുറിച്ച് വചനം ബോധ്യപ്പെടുത്തിയപ്പോൾ, വചനം അറിവ് പകർന്നപ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്നെ ബാധിച്ച മരണഭയം മാറി. മടങ്ങി വരത്തില്ലെന്ന് പറഞ്ഞ ശബ്ദം മടങ്ങി വന്നു. ബ്ലഡ് വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞ അനുഭവം മാറി. ഈ രാത്രി ഇത്രത്തോളം ശബ്ദത്തിൽ എൻ്റെ പ്രിയരോട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം എനിക്കറിയാം. ആപത്തിൽ നിന്നാണെങ്കിലും രോഗത്തിൽ നിന്നാണെങ്കിലും പാപത്തിൽ നിന്നാണെങ്കിലും ശാപത്തിൽ നിന്നാണെങ്കിലും ഏത് മേഖലയിൽ നിന്നും രക്ഷിപ്പാൻ കഴിയുന്ന ഒരു നാമം. നിൻ്റെ പൈസ മന്ത്രവാദികൾക്ക് കൊടുക്കണ്ട, നിൻ്റെ പൈസ ലക്ഷണവിദ്യക്കാർക്ക്
കൊടുക്കണ്ട, നേർച്ച വേണ്ട, കാഴ്ച വേണ്ട, അവിടെ ഇവിടെ ഓടി നടക്കണ്ട, കാതങ്ങൾ നടന്ന് കാലിടറണ്ട, കുന്നുകൾ കയറണ്ട, മലകൾ കയറണ്ട, താഴ്വാരങ്ങളിൽ പോകണ്ട, ഗുഹകൾ തേടി സഞ്ചരിക്കേണ്ട. കർത്താവിൻ്റെ ആത്മാവ് രാത്രി പറയുന്നു, സ്നേഹിത വരിക യേശുവിൻ്റെ അരികിലേക്ക്. മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവനിൽ അവതരിച്ച ഒരേ ഒരു നാമ യേശു ക്രിസ്തുവിൻ്റെ നാമ. മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകിയ നാമ യേശുവിൻ്റെ നാമ. ഒരേ ഒരു രക്ഷകൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ, പോയതുപോലെ വീണ്ടും വരുമെന്ന് പറഞ്ഞവൻ, ഏക ലോക രക്ഷിതാവായ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ എനിക്കും നിങ്ങൾക്കൊരു വിമോചനമില്ല. ബൈബിൾ പഠിപ്പിക്കുന്നു, വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട് കുഞ്ഞുമോളെന്നൊരു ചേച്ചി കരുനാഗപ്പള്ളിയിൽ വണ്ടിയുടെ അടിയിൽ ചതഞ്ഞരയുന്നത്. ഒരു ഡോക്ടർ തൻ്റെ ഒരു സുഹൃത്ത് മദ്യലഹരിയിൽ സ്കൂട്ടർ ഇടിച്ചിടുന്നു, അവരുടെ മണ്ടയിൽ കൂടെ വാഹനം കയറ്റി ഇറക്കുന്നു. എങ്ങനെ ഡോക്ടർമാരുടെയൊക്കെ മുമ്പിൽ പോയി നമ്മുടെ തല വെച്ച് കൊടുക്കാൻ പറ്റും? ഒരു ഗൈനക് അസിസ്റ്റൻ്റ് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ചേച്ചി ഞങ്ങളുടെ ചർച്ചിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്നതിന് ചേച്ചി പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകുക, കാരക്കോണം മെഡിക്കൽ കോളേജിലോട്ട് പോകുക, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. രോഗസൗഖ്യത്തിനുവേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ച് ആശുപത്രിയിലോട്ട് വിടുന്ന പരിപാടിയോ? അതെന്താണ് പ്രാർത്ഥിച്ച് ആശുപത്രിയിലോട്ട് വിടുന്നത്? അപ്പോൾ എന്നോട് പറയാം, പാസ്റ്ററെ കഴിഞ്ഞ ദിവസവും കണ്ടില്ലേ, ഒരു ഗൈനക് അസിസ്റ്റൻ്റ് ആയിരുന്നു, അവർ മദ്യലഹരിയിൽ രാസലഹരിയിൽ ഏതൊക്കെ അടിച്ചിട്ട് എന്തൊക്കെ പിടിപ്പിച്ചിട്ട് ഫിറ്റായിരിക്കുന്നത് എങ്ങനെ അറിയുന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്, ചില നാൾക്ക് മുമ്പ് കണ്ടതാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥികളിൽ 17 പേരിലധികം രാസലഹരിക്ക് അടിമയാണെന്നുള്ള വാർത്ത നമ്മൾ പലരും പത്രദ്വാര വായിച്ചതാണ്. അപ്പം നമ്മുടെ നെഞ്ചത്തോട്ട് ഈ കുഴൽ വെക്കുന്ന പല പുള്ളികളും എല്ലാവരുമല്ല. എൻ്റെ മോളും മെഡിസിന് ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്. പൂർണ്ണ പ്രതിപക്ഷ ബഹുമാനത്തോടെ അവരെ ബഹുമാനിച്ചും സ്നേഹിച്ചും തീർത്തും പ്രതിപക്ഷ ബഹുമാനത്തോടെ പറയുകയാണ്, അടച്ചാക്ഷേപിക്കുകയല്ല. പലരും പലതിൻ്റെയും അടിമകളാണ്. കാലം ലോകമത് തെളിയിക്കുന്നു. നമ്മൾ കണ്ടു, എൻ്റെ അസോസിയേറ്റ് പാസ്റ്റർ ഈ അടുത്ത നെയ്യാറ്റിങ്കരെ, ഞാൻ പേരൊന്നും പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ പല്ല് വലത് സൈഡിൽ വേദന, അദ്ദേഹം പല്ലെടുക്കാൻ ആശുപത്രിയിൽ പോയി. ഇച്ചിരി ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് ഷുഗർ പറയാൻ മരുന്ന് കൊടുത്തു. പിറ്റേ ദിവസം പോയി പല്ലെടുക്കാൻ അദ്ദേഹം പല്ലെടുത്ത് ചെമ്പൂര് വന്നപ്പോൾ അദ്ദേഹത്തിനൊരു സംശയം, എൻ്റെ എടുക്കേണ്ട പല്ലാണോ എടുത്തത്? അദ്ദേഹത്തിൻ്റെ ഇടത് സൈഡിലെ പല്ലിനാണ് വേദന, ഇടത് സൈഡിലെ അണപ്പല്ലാണ് എടുക്കേണ്ടത്. പക്ഷേ എടുത്തത് ഒരു കുഴപ്പമില്ലാത്ത വലത് സൈഡിലെ അണപ്പല്ല്. വെറുതെ പറയുകയല്ല, ഞാൻ ഫോൺ നമ്പർ തരാം, അല്ലെ ചെമ്പൂര് വരെ വന്നാൽ മതി, എൻ്റെ കൂട്ടുപ്രവർത്തകൻ ജോസഫ് പാസ്റ്ററോട് ചോദിച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ എടുക്കേണ്ട പല്ല് ഇടത് സൈഡിലെ അണപ്പല്ല്, പൊക്കിയെടുത്തത് വലത് സൈഡിലെ പല്ല്. ആശുപത്രി തിരിച്ചു പോയി ഭാര്യയും ഭർത്താവും കൂടെ. സ്തോത്രം. ഈ വെയിലത്ത് ഈ പല്ലെടുത്ത വേദനയില്ല സാറേ, പല്ലെടുത്തത് മാറിപ്പോയി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് അതാണ്. അല്ല, ഞങ്ങൾ പറഞ്ഞതല്ല, ഇപ്പുറത്ത്. അപ്പം പറഞ്ഞു, നാളെ വാ. പിറ്റേന്ന് പോയി അതും എടുത്തു. നോക്കിക്കേ, അതാണ് ലോകം. നമ്മൾ കണ്ടു, കീറേണ്ട കാലല്ല കീറിയത്, വേറെ കാല് കീറുന്നു, വേറെ കാല് തുന്നിക്കെട്ടുന്നു. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സ്നേഹിതൻ കട്ടർവാൾ കൊണ്ടുകൊണ്ട് വിശ്വാസിയുടെ ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുക്കേണ്ടത് അവിടെ, പക്ഷേ കാൽപ്പത്തി മടക്കി വെച്ച് എക്സ്റേ എടുക്കുന്നു. അദ്ദേഹം ചോദിച്ചു, എന്തിനാ ഇങ്ങനെ? അദ്ദേഹം വിചാരിച്ചു, പിന്നെ സാധു വിചാരിച്ചു ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ എക്സ്റേ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഡോക്ടർ, ഇതെന്തിനാ ഇവിടുത്തെ എക്സ്റേ? അല്ല, അവരടുത്ത് അങ്ങനെയാണ്. രണ്ടാമത് പോയി പിന്നെ അടുത്ത എക്സ്റേ എടുത്തുകൊണ്ട് വരികയാണ്. നോക്കിക്കേ, പലരും പലതിൻ്റെയും പിടിയിലാണ്. ഒരു കാലത്ത് ഗുരുക്കന്മാരെന്ന് കേട്ടാൽ മുണ്ടഴിച്ചിട്ട് എഴുന്നേൽക്കുമായിരുന്നു. നമ്മളിൽ പലരും ഗുരുക്കന്മാരെ കണ്ടാൽ എഴുന്നേൽക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ക്യാമ്പസിൽ ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അധ്യാപകർ നോക്കി നിൽക്കെ ആണും പെണ്ണും ഹഗ് ചെയ്യുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. നമ്മുടെ വീട് വിട്ടിറങ്ങിപ്പോകുന്ന കുഞ്ഞുങ്ങൾ കലാലയങ്ങളിലകത്ത് എന്തും ചെയ്യാൻ മടിയില്ലാത്ത പ്രവർത്തികൾക്ക് ഉടമസ്ഥരാകുന്നു. ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാം, എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്കൊക്കെ അറിയാം. നോക്കിക്കോ, സ്തോത്രം, എന്തും ഏതും പ്രവൃത്തി ചെയ്യാനായിട്ട് മടിയില്ല. അധ്യാപകർ വിരട്ടുമ്പോൾ പറയും, ക്ലാസ് റൂമിലെ കാര്യം നോക്കിയാൽ മതി, ക്യാമ്പസിന് വെളിയിലുള്ള കാര്യമൊന്നും സാർ അന്വേഷിക്കേണ്ട. അങ്ങനൊരു കാലം. കർത്താവിൻ്റെ വചനം പറയുന്നു, വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ അടുത്താണ്. മരണം കൂടപ്പുറപ്പായി സഞ്ചരിക്കുകയാണ്. എപ്പോഴാണ് എന്താണ് എനിക്ക് നിങ്ങൾക്ക് വരുന്നതെന്നറിയില്ല. ഈ രാത്രി ഉറങ്ങി വെളുപ്പിക്കുമോ എന്നറിയില്ല. സ്നാനം നാളെയാകട്ടെന്ന് പറയല്ല. രക്ഷിക്കപ്പെടുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നത് നാളെയാകട്ടെന്ന് പറയരുത്. ഈ രാത്രി ഞാൻ പ്രസംഗിച്ച് ചെമ്പൂര് ചെന്ന് ചേരുമോ എനിക്കറിയില്ല, ഒരു ഉറപ്പുമില്ല. പക്ഷേ ഒരു കാര്യം, ഇങ്ങോട്ട് പോരുമ്പോൾ ഞാൻ മിസ്സസിനോട് പറഞ്ഞിട്ടാണ് വന്നത്, ലിജി തിരിച്ചു വന്നാൽ നമുക്ക്
ഒരുമിച്ച് രാത്രി കർത്താവിനെ മഹത്വപ്പെടുത്താം. അല്ലെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം. ഈ രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് സധൈര്യം, ഉച്ചസ്ഥൈര്യം ഒരു സുവിശേഷകൻ എന്ന് വിളിച്ചു പറയുകയാണ്, വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ അടുത്തുപോയി. മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് അരുളി ചെയ്തതുപോലെ വിശ്വാസത്യാഗികളായ ആളുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ, അധർമ്മം പെരുകുമ്പോൾ, സ്വസ്നേഹികളായി മനുഷ്യൻ മാറുമ്പോൾ, ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണമെന്നുള്ള നിലകളിലേക്ക് മനുഷ്യൻ മാറിയിരിക്കുമ്പോൾ, എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, കല്ലമ്പലത്തൊരു ഡി-അഡിക്ഷൻ സെൻറ്റർ നടത്തുന്ന മനുഷ്യൻ, ഒരു വലിയ സ്ഥാപനത്തിൻ്റെ ഉടമ, ഗവൺമെൻറ്റിൻ്റെ ഒത്തിരി അവാർഡൊക്കെ വാങ്ങി നല്ല നിലയിൽ സ്ഥാപനം കൊണ്ടുപോകുന്നൊരു മനുഷ്യൻ. താൻ കഴിഞ്ഞ ദിവസം ഡോക്ടർ രൂഫസ് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഗവൺമെൻറ് ജോലിക്കാരായ ഒരു അമ്മ, ബിടെക് കഴിഞ്ഞൊരു മകൻ, അവൻ്റെ ക്രൂര വിനോദം എന്തെന്ന് കേൾക്കണമോ? എന്തൊക്കെയോ അടിച്ച് ഫിറ്റായി പോയ മകൻ അവനെ ചികിത്സയ്ക്ക് അവരുടെ സ്ഥാപനത്തിൽ കൊണ്ടുവന്നപ്പോൾ പങ്കുവയ്ക്കപ്പെട്ട ഒരു കേസ് ഡയറിയാണ്, കേസ് സ്റ്റോറിയാണ്. അവൻ്റെ അമ്മയെ അവൻ ഫാനിൽ കെട്ടിത്തൂക്കും. പാസ്റ്റേഴ്സ്, ഒരു ഗവൺമെൻറ് ജോലിക്കാരിയായ ജീവനക്കാരി അവൻ്റെ അമ്മയെ, അപ്പൻ നഷ്ടപ്പെട്ട അവനെ ഓമനിച്ച് ലാളിച്ച് വളർത്തിയ അമ്മയെ ഇവൻ എന്തൊക്കെയോ അടിച്ച് ഫിറ്റായി കഴിയുമ്പോൾ ഫാനിൽ അമ്മ വന്ന് നിന്നു കൊടുക്കണം, കഴുത്തിൽ കുരുക്കിടും. കൊട്ടിക്കോണംകാരെ കേട്ടിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ? ഇതിനകത്തെ അമ്മമാർ അനുഭവിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ? പാസ്റ്റർ തള്ളുകയല്ല, കെട്ടുകഥ പറയുകയല്ല. എന്നോടൊപ്പം വാ, ഞാൻ കാണിച്ചു തരാം. ആ മകനെ കാണിച്ചു തരാം, ആ സ്ഥാപനം കാണിച്ചു തരാം, ആ അമ്മയെ കാണിച്ചു തരാം. അമ്മയുടെ കഴുത്തിൽ കുരുക്കിടും, അമ്മയെ ഇവൻ വലിച്ചു പൊക്കും. ഈ അമ്മ കിടന്ന് പിടയും കയറിൻ്റെ തുമ്പത്ത്. അമ്മ ഒന്നും രണ്ടും സാധിച്ചു കഴിയുമ്പോൾ, പാസ്റ്ററെ സൈപാസ്റ്റർ, ഒന്നും രണ്ടും സാധിച്ചു കഴിയുമ്പോൾ ഈ അമ്മ ഇവൻ താഴെ ഇറക്കും. എന്തൊരു സാഡിസ്റ്റാ, എന്തൊരു ലോകമാ! അമ്മയുടെ ഒന്നും രണ്ടും താഴെ വീഴുന്ന കഴിയുമ്പോൾ, അത് കണ്ടു കഴിയുമ്പോൾ ഇവൻ അമ്മയെ താഴെ ഇറക്കും. ഏകദേശം 17-ലധികം തവണ സ്വന്തം അമ്മയോട് ഈ മകൻ ഈ ക്രൂരകൃത്യം ചെയ്തു. എന്നിട്ട് അവൻ വിളിക്കുമ്പോൾ ഈ അമ്മ വന്ന് നിന്നു കൊടുക്കും. എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ പറയും, ഇവൻ വല്ലവിധേനയും രക്ഷപ്പെട്ടിട്ട് ഞാൻ ചത്താ പിന്നെ ആരാ? നമ്മൾ കണ്ടു ട്രിവാൻഡ്രത്ത് ഒരു മാസ്മരീകതയ്ക്ക് അടിമപ്പെട്ടു പോയ ഒരു മകൻ, ഒന്നിനും കുറവില്ലാത്ത പ്രൊഫസറായ തൻ്റെ അപ്പനെ, ഡോക്ടറായ തൻ്റെ അമ്മയെ, തൻ്റെ സഹോദരിയെ, തൻ്റെ അമ്മച്ചിയെ, ഇവിടെ നെട്ടയിൽ ഏക്കർ കണക്കിന് സ്ഥലത്തിൻ്റെ ഉടമസ്ഥനായ കേടൽ നമ്മൾ കണ്ടതാണ്. നന്തങ്കോട് ഒരു മുറിക്കകത്ത് ബാത്റൂമിൽ ഒന്നിച്ചിട്ട് ശവങ്ങളെ കത്തിച്ചത്. കോട്ടുകോണത്തിൽ നടക്കുന്നില്ലെന്ന് കണ്ട് ലോകത്തിലൊന്നും നടക്കുന്നില്ലെന്ന് ധരിക്കരുത്. ബൈബിൾ വസ്തുനിഷ്ഠമായി വ്യക്തമായി പഠിപ്പിക്കുന്നു, വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ അടുത്താണ്. രക്ഷ അടുത്താണ്. ഈ രാത്രി ഞാനും നിങ്ങളും ഉറങ്ങി വിളിപ്പിക്കുമോ എന്ന് ബോധ്യമില്ലായികയാൽ നസറേയനായ യേശു ക്രിസ്തു എന്ന രക്ഷകൻ്റെ മുൻപിൽ നമ്മുടെ ജീവിതം സമർപ്പിപ്പാൻ എത്ര പേരുണ്ട്? കർത്താവേ, ഞാനൊരു പാപിയാണ്, എനിക്കിൽ നിന്നൊരു രക്ഷ വേണം, ഞാൻ എന്നെ അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടുക. മാനസാന്തരപ്പെട്ട ആ കൊമ്പിലിരിക്കരുത്, അവിടുന്ന് താഴോട്ടിറങ്ങണം. അതിൻ്റെ കീഴെ ഒരു പടിയുണ്ട്, സ്നാനം. സ്നാനം. ഞാനിത് പറയാതെ പോയാൽ കർത്താവ് എന്നോട് ചോദിക്കില്ലേ, നിനക്കൊരവസരം കിട്ടിയിട്ട്, ഒരു ചാൻസ് കിട്ടിയിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന്? മൂടി വെച്ച് പൊതിഞ്ഞു വെച്ച് പറഞ്ഞു പോകുന്ന സുവിശേഷ പ്രഘോഷണ രീതിയല്ല എളിയവൻ്റേത്. സ്തോത്രം. സ്നാനപ്പെടുക. അത് പെന്തക്കോസ്തിൽ ചേരാനല്ല, അതൊരു സഭയുടെ ഭാഗമായി മാറാനല്ല. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ കർത്താവ് 30-ാമത്തെ വയസ്സിൽ യോർദാൻ നദിയിൽ യോഹന്നാൻ്റെ കൈക്കീഴിൽ ഏറ്റ സ്നാനം എനിക്കും നിങ്ങൾക്കും അനുവർത്തിക്കുവാൻ ഒരു മാതൃകയായിരുന്നു. സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോവില്ല. സ്നാനപ്പെട്ടാലും അങ്ങനെ പെട്ടെന്നൊന്നും പോകത്തില്ല. സ്നാനപ്പെട്ട് കഴിഞ്ഞ് വേറെ അടുത്ത പരിപാടിയുണ്ട്. ആമേ, വിശുദ്ധ കൂട്ടായ്മയിൽ അപ്പം നുറുക്കിയുള്ള വിശുദ്ധ ജനത്തോട് ചേർന്നുള്ള കൂട്ടായ്മയുടെ ആചരണം. ആമേ, രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, കൂട്ടായ്മ ബന്ധത്തിൽ ജീവിക്കുക, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, അടിസ്ഥാന ഉപദേശങ്ങളിൽ നിലനിന്ന് മുൻപോട്ട് പോയെങ്കിൽ മാത്രം നമുക്ക് സാധ്യമാകുന്ന ഒന്നാണ് നിത്യജീവൻ എന്നുള്ളത്. ഈ രാത്രി ഇവിടെ വന്ന് മഞ്ഞുകൊള്ളുന്നത്, ഞാൻ പ്രസംഗിക്കുന്നത്
പാടുന്നത് സൈപാശ്രീ യോഗം ഉദ്ഘാടനം ചെയ്തത്, ഈ ദൈവദാസൻ ഇവിടെ ഇരിക്കുന്നത് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. വിദേശത്തുനിന്ന് കാശിറക്കാനല്ല, മതപരിവർത്തനം നടത്താനല്ല, മനപരിവർത്തനം നടത്തി ആളുകൾ നിത്യജീവന്റെ ഓഹരിക്കാരായി മാറാൻ ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കി കർത്തൃദാസന്മാർ ഈ സുവിശേഷ യോഗം നടത്തുമ്പോൾ എന്നെ കേൾക്കുന്ന കൊട്ടുകോണം ദേശമേ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, അറിയുക, ഞാനും നിങ്ങളും വിശ്വസിച്ചതിനേക്കാൾ രക്ഷയുടെ സമയം അടുത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട് ബാംഗ്ലൂരിൽ ഒരു 25-കാരിയെ കഷ്ണമാക്കി ഫ്രീസറിനകത്ത് വെച്ചിരിക്കുന്ന വാർത്ത നമ്മൾ വായിച്ചു. അപ്പനെ തല്ലിക്കൊല്ലുന്ന മക്കളെ തല്ലിക്കൊല്ലുന്ന മാതാപിതാക്കൾ, നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കൈകൊണ്ട് മണൽ മാറ്റി അതിനകത്ത് പൂഴ്ത്തിയിടുന്നു. 4 ദിവസം കഴിയുമ്പോൾ പട്ടി മാന്തുന്നു, കൈ ഒരിടത്ത്, തലമണ്ട ഒരിടത്ത്, അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. എത്രയെത്ര ഭയാനകമായ ഭീതിജനകമായ കൊലപാതകങ്ങളുടെ, എത്രയെത്ര ഭീകര സംഭവങ്ങളുടെ വാർത്തകൾ അനുനിമിഷവും അനുദിനവും എൻ്റെ നിങ്ങളുടെ കണ്ണിനും കാതിനും മുൻപിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. വചനം വ്യക്തതയോടെ കൃത്യതയോടെ പഠിപ്പിക്കുന്നു, പറയുന്നു, വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷയടുത്താണ്. ചോദ്യം, താങ്കൾ എവിടെയാണ്? രക്ഷയ്ക്ക് അരികിലാണോ, രക്ഷയ്ക്കകത്താണോ? താങ്കൾ പെട്ടകത്തിന് വെളിയിലാണോ, പെട്ടകത്തിനകത്താണോ? എവിടെയാണ്? കുടുംബത്തിനകത്താണോ, കുടുംബത്തിന് വെളിയിലാണോ? ഒരാൾ കർത്താവിൻ്റെ അരികിൽ വന്നപ്പോൾ പ്രകാരം കർത്താവ് പറഞ്ഞു, അവൻ ദൈവരാജ്യത്തോട് അകന്നവനല്ല. എന്നതിൻ്റെ അർത്ഥം അടുത്തവനാണെന്നല്ല. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്നേഹിതരെ, വാക്കുകൾക്ക് വിരാമമിടുമ്പോൾ ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്രയിൽ ദൈവരാജ്യത്തോട് അകന്നു നിൽക്കുന്നോ, അടുത്ത് നിൽക്കുന്നോ? രക്ഷയുടെ പെട്ടകത്തിനകത്തോ, വെളിയിലോ? സഭയിൽ പോകുന്നുണ്ട്, കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ കൂട്ടായ്മയ്ക്ക് അകത്താണോ, കൂട്ടായ്മയ്ക്ക് വെളിയിലാണോ? ഒരു വീടിനകത്താണ്, പക്ഷേ വീടിന് വെളിയിൽ നിൽക്കുന്ന എത്രയെത്ര ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. എത്ര ദുഃഖകരമായ വേദനാജനകമായ അനുഭവങ്ങളാണ് പലയിടങ്ങളിൽ നിന്നും കാണാനും കേൾക്കാനും കഴിയുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമമിടട്ടെ. ഇപ്രകാരം ഒരു സംഭവം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്, സ്തോത്രം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ മുമ്പിൽ വന്നുപെട്ട ഒരു കേസ്. ഒരു അമ്മ തൻ്റെ 2 കുഞ്ഞുങ്ങളുമായി വന്ന് ചങ്കുപൊട്ടി കരയുന്നു. സ്തോത്രം. അവരോട് ചോദിച്ച ചോദ്യം, പാസ്റ്റർ, എനിക്ക് ജോലിയില്ലേ, എനിക്ക് സൗന്ദര്യമില്ലേ, എനിക്ക് എന്തിൻ്റെ കുറവാണ്? ഞാൻ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, എന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? MSc B.Ed കാരിയായ ആ ടീച്ചറിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ ചോദിച്ചു, എന്താ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അവർ ചങ്ക പൊട്ടിക്കൊണ്ട് പറയുകയാ, കണ്ണുനീര് വാരി എറിഞ്ഞുകൊണ്ട് പറയുകയാ, എൻ്റെ ഹസ്ബൻഡ് കഴിഞ്ഞ ദിവസം നോക്ക്, എൻ്റെ മൊബൈൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ചെയ്തിട്ട് മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി അദ്ദേഹം എങ്ങോ പോയി. അടുത്ത ദിവസമാണ് അറിയുന്നത്, അവരുടെ കുടുംബത്തിൽ ഒരു സഹോദരിയെയും കാണാനില്ല. അവരുടെ കുടുംബത്തിൽ ഒരു സഹോദരിയെയും കൊണ്ട് അവരുടെ ഹസ്ബൻഡ് പോയി. ടീച്ചറായ പുള്ളിക്കാരത്തി ചോദിക്കുക, എനിക്കെന്തിൻ്റെ കുറവാണ് പാസ്റ്റർ, എന്നെ കാണാൻ കൊള്ളില്ലേ? അങ്ങ് പറ, എനിക്ക് ജോലിയില്ലേ? എൻ്റെ അപ്പ കൊടുത്തത് 25 ലക്ഷം രൂപ ക്യാഷ്, സ്ഥലം കൊടുത്തത് 3 ഏക്കർ. എൻ്റെ അപ്പൻ എൻ്റെ ഭർത്താവിന് കൊടുത്തത് ഒരു നല്ല കാറിൻ്റെ പേരൊക്കെ പറഞ്ഞു. ഇത്രയെല്ലാം ഉണ്ടായിട്ടും 2 കുഞ്ഞുങ്ങൾ 7 വയസ്സ് 3 വയസ്സ്, 2 കുഞ്ഞുങ്ങൾ, എന്ത് ഓമനത്വം, എന്ത് സൗന്ദര്യമുള്ളൊരു സഹോദരി, എല്ലാം കളഞ്ഞിട്ട് അവരുടെ കുടുംബത്തിലുള്ള മറ്റൊരാളുമായിട്ട് എവിടെ പോയി? കുടുംബത്തിലുണ്ടായിരുന്നു, പ്രകടനം കൊണ്ട് വീട്ടിലുണ്ടായിരുന്നു, പക്ഷെ മനസ്സുകൊണ്ട് തൻ്റെ വീട്ടിൽ താൻ ഇല്ലായിരുന്നു. എൻ്റെ ചോദ്യം, നിങ്ങളെവിടെയാണ്? സഭയെ മനസ്സുകൊണ്ട് കർത്താവിനോടൊപ്പം ഉണ്ടോ? പ്രാർത്ഥിക്കാൻ പോവുക, ജീവിതം കൊണ്ട് കർത്താവിനോടൊപ്പം ഉണ്ടോ? അഥവാ പുറമേയുള്ള പ്രകടനം കൊണ്ട് മാത്രമേ കർത്താവിനോടൊപ്പം ഉള്ളൂ? കർത്താവിൻ്റെ വചനം പറയുന്നത്, എല്ലാവരും എന്നെ യേശുവേ യേശുവേ എന്ന് വിളിക്കുന്നു, ദൈവമേ ദൈവമേ എന്ന് വിളിക്കുന്നു, പക്ഷേ ഈ ജനം ഹൃദയം എവിടെ കൊണ്ട് വച്ചേക്കുന്നു? ദൂരത്ത് മാറ്റി വെച്ചിരിക്കുന്നു. മനസ്സുകൊണ്ട് കർത്താവിൻ്റെ കൂടെയുണ്ടോ? മനസ്സുകൊണ്ട് കർത്താവിൻ്റെ കൂടെയുണ്ടോ? ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയം ദാരിദ്ര്യത്തിൻ്റെ കാലമാണ്. ഞങ്ങളുടെ നാട്ടിൽ കണ്ണൻ ചേമ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. കണ്ണൻ ചേമ്പ്, ഇവിടുത്തെ വലിയ മുട്ടച്ചേമ്പിൻ്റെ അനിയൻ കണ്ണൻ ചേമ്പ്, കൊച്ചു ചേമ്പ്, അത് പുഴുങ്ങും. തേങ്ങയൊക്കെ ഇട്ട് ഇളക്കി കാന്താരിയൊക്കെ അരച്ചിട്ട് പുഴുങ്ങുന്നൊരു രീതിയുണ്ട്. ഞങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം
സോഷ്യൽ സ്റ്റഡീസിൻ്റെ ക്ലാസ്സാണ്. സാറ് ഞങ്ങളെ ദിക്ക് പഠിപ്പിക്കുക, പണിക്കർ സാറ് ഞങ്ങളെ ദിക്ക് പഠിപ്പിച്ചുകൊണ്ട് സൂര്യനെ നോക്കി നിൽക്കുന്ന ഒരാളുടെ മുൻവശം ഏത് ദിക്കായിരിക്കും, പുറകുവശം ഏത് ദിക്കായിരിക്കും, ഇടത് വലത് ഏത് ദിക്കുകളായിരിക്കും, ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഓരോരുത്തരെയും മുൻപോട്ട് വിളിച്ച് സാറ് ചോദ്യം പഠിപ്പിച്ചതിൻ്റെ ആൻസർ പറയിപ്പിക്കുകയാണ്. അപ്പോഴാണ് ഞാനൊരു ഈശോ ഉണ്ട്, ഒരു ഈശോ, പുള്ളിയെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ഈശോ എന്നാണ്. 5 പെൺമക്കളുണ്ടായ ശേഷം ഉണ്ടായ മോനാ. അപ്പോൾ അവരെ വീട്ടുകാർ പേരിട്ടു ഈശോ. ഈശോയെ വിളിച്ചു. ഈശോയോട് മുമ്പോട്ട് വന്നു. ഈശോയോട് പറഞ്ഞു, എടാ സൂര്യൻ നോക്കി നിൽക്കുന്ന ഒരാളുടെ മുൻവശം പുറകുവശം ഇടത് വലത് ഏത് ദിക്കായിരിക്കും? അപ്പോൾ സാറിൻ്റെ കയ്യിൽ നല്ലൊരു ചൂരിലിരിക്കുക, അദ്ദേഹത്തിന് നല്ല കപ്പടം മീശ, ഇതെല്ലാം കൂടെ കണ്ട് ചൂരിൽ അദ്ദേഹം ഇങ്ങനെ കറക്കിയിരിക്കും. ഈ ചൂരലിൻ്റെ കറക്കോ ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്കും ഈശോ പറഞ്ഞു, സൂര്യനെ നോക്കി നിൽക്കുന്ന ഒരാളുടെ മുൻവശം പുറകുവശം മുൻവശമായിരിക്കും എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ചിരിക്കാൻ പറഞ്ഞതല്ല, നടന്ന സംഭവമാണ്. 4ാം ക്ലാസ്സിൽ ഞങ്ങളുടെ സോഷ്യൽ സ്റ്റഡീസ് ക്ലാസ്സിൽ സംഭവിച്ച കാര്യം. ഇന്ന് രാത്രി ഞങ്ങളിത് പ്രസംഗിക്കുന്നു. അടുത്ത രാത്രി വേറെ കർത്താവിൻ്റെ ദാസന്മാർ പ്രസംഗിക്കാൻ വരും. എന്താ കേട്ടത്? എന്താ ശ്രദ്ധിച്ചത്? എന്തൊക്കെയോ പറഞ്ഞു. ചോദ്യം, താങ്കൾ എവിടെയാണ്? അബ്രഹാമിൻ്റെ മകനാകിയാൽ ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ അടുത്തിരിക്കുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവായ യേശു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ വിളിച്ചു ചോദിച്ചു. ഞാൻ വചനങ്ങളിലേക്കും വാക്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല, സമയത്തെ ഭയപ്പെടുന്നു. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? പാപത്തിന്റെ ശമ്പളം മരണം. മരണത്തെ ജയിച്ച് 3-ാം ദിവസം പുനരുത്ഥാന ശക്തിയാൽ ഉത്ഥാനം ചെയ്ത നസ്രയൻ മരണത്തിന്റെയും പാതാളത്തിന്റെയും ശക്തിയെ വെല്ലുവിളിക്കുക. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഇന്നു രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ എവിടെയെന്ന് യോബ് ചോദിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം റോമാലേഖനം 8-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ക്രിസ്തു യേശു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ചേർന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നീ എവിടെയാണ്? രക്ഷയ്ക്ക് വെളിയിലോ, രക്ഷയ്ക്ക് അരികിലോ, രക്ഷയ്ക്ക് അടുത്തോ, അതോ രക്ഷയ്ക്കകത്തോ? സക്കായി ഒന്ന് തീരുമാനിച്ചു, ഇരിക്കുന്ന ഇടത്ത് കർത്താവിനെ കണ്ടിരുന്നാൽ പോരാ, ഈ നല്ല രക്ഷകന്റെ കൂട്ടായ്മയിലേക്ക് എനിക്ക് കയറണം. അദ്ദേഹം പതിയെ ഇറങ്ങുമ്പോൾ കർത്താവ് കൂടെ നടക്കുകയാ. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ വഴിവെക്കിലോ വീതികളിലോ വീട്ടുമുറ്റത്തോ വീടിനകത്തോ ഇരുന്ന് ഈ വാക്ക് കേൾക്കുന്നെങ്കിൽ, സ്നേഹിതരെ, ഇന്ന് രാത്രി യേശുവിനെ വീട്ടിലേക്ക് കൂട്ടണം. ഇന്ന് രാത്രി യേശുവിനെ വീട്ടിലേക്ക് കൂട്ടണം. താങ്കളുടെ സകല പ്രശ്നത്തിനുമുള്ള പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ മദ്യം പടിയിറങ്ങുമെന്ന്, ആ ചീത്തവിളി പടിയിറങ്ങുമെന്ന്, ആ വഴക്കുകൾ ബഹളങ്ങൾ പടിയിറങ്ങുമെന്ന്, ആ രോഗങ്ങൾ പുറത്തു പോകുമെന്ന്, ആത്മരക്ഷയോടൊപ്പം ശരീരരക്ഷയും ദേഹസൗഖ്യവും എല്ലാം നൽകുന്ന ഒരു നല്ല നാഥനാണ് നസ്രേനായ യേശു ക്രിസ്തു. എനിക്കും നിങ്ങൾക്കും പകരം പ്രതിമരണം ഏറ്റെടുത്ത നസ്രയൻ ഈ രാത്രി തയ്യാറാണ് നമ്മോടൊപ്പം വരാൻ, കൂടെ കൂട്ടുവാൻ. എത്ര പേർ തയ്യാറാണ്? വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് വളരെ അരികിലാണ്. നാളെ ആവട്ടെന്ന് സമയം ദീർഘമാക്കല്ലേ കുഞ്ഞെ. നീ നാളെ ഉണ്ടാകുമോ എന്ന് ആർക്കറിയാം? പ്രായഭേദമന്യേ മരണം അടുത്ത് നിൽക്കുകയാണ്. മനുഷ്യൻ്റെ ജീവിതമെന്ന് പറയുന്നത് മരണത്തിൻ്റെ മണമുള്ള ജീവിതമാണ്. മരണത്തിൻ്റെ മണമുള്ള ഈ മാനുഷിക ജീവിതത്തിൽ എൻ്റെ പ്രിയ സ്നേഹിത, എൻ്റെ പ്രിയ സ്നേഹിതേ, നാളെ നാളെ എന്ന് നീട്ടാൻ സമയമില്ല. ഇതാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദകാലം. നിനക്ക് കണ്ടെത്താവുന്ന കാലത്ത് രക്ഷകനെ കണ്ടെത്തി ജീവിതം നാഥനായി സമർപ്പിക്കുവാൻ, രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, കർത്താവിൻ്റെ കൂട്ടായ്മയിൽ ചേർന്ന് നിന്ന് ആരാധിക്കുവാൻ മനസ്സുണ്ടോ? നിത്യജീവൻ താങ്കൾക്ക് അകലെയല്ല, താങ്കൾ നിത്യജീവൻ്റെ അരികിലാണ്. ഇന്ന് രാത്രി നമ്മളെ ഒന്ന് സമർപ്പിക്കുവാൻ, ഇന്ന് രാത്രി നമ്മളെ കർത്താവിൻ്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിക്കുവാൻ. എവിടെയാണ്? എവിടെയാണ്? സ്വയം ഒന്ന് ചോദിച്ചേ, ഞാൻ എവിടെയാണ് കർത്താവേ?
ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സമയപരിമിതിയിൽ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ചോദ്യം ഞാനും നിങ്ങളും ഇവിടെയാണ്. സ്വർഗരാജ്യവുമായുള്ള ബന്ധത്തിൽ എവിടെ വരെ നമ്മൾ എത്തി? ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മൾ എവിടെ വരെ എത്തി? എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ എബ്രായ ലേഖന കർത്താവ് പറഞ്ഞു, കാലം നോക്കിയാൽ ഉപദേഷ്ടക്കന്മാരായിരിക്കേണ്ടവരാണ്, പക്ഷേ ഇപ്പോഴും നിങ്ങൾ ശിശുക്കളാണ്. ശിശുക്കൾ എന്നുള്ള അവസ്ഥയിൽ വരെ എത്തിയിട്ടുള്ളൂ, അതിനപ്പുറത്തോട്ട് ഇതുവരെ എത്തിയിട്ടില്ല. സ്പിരിച്വൽ മച്യൂരിറ്റിയിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. സ്നേഹിതരെ, പ്രാർത്ഥിക്കുന്നവരെ, ആരാധനയിൽ എവിടെ വരെ എത്തി? പ്രാർത്ഥനയിൽ എവിടെ വരെ എത്തി? ആരാധിച്ച് മടുത്തോ? പ്രാർത്ഥിച്ച് മടുത്തോ? കൂട്ടായ്മയിൽ നിന്നും മടുത്തോ? എവിടെ വരെയാണ്? ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ ധ്യാനിക്കാൻ ഒരുവനുണ്ട്. 34 സങ്കീർത്തനം 5-ാം വാക്യം, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. മുഖം നമുക്കെല്ലാം ഇഷ്ട, സൗന്ദര്യമുള്ള മുഖങ്ങൾ നമുക്കൊക്കെ എത്ര താല്പര്യമാണ്. യേശുവിൻ്റെ മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കർത്താവിൻ്റെ മുഖം കണ്ടിട്ടുള്ള എത്ര പേർ എന്നെ കേൾക്കുന്നുണ്ട്? ഒരു വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കർത്താവിൻ്റെ വ്യത്യസ്തമായ മുഖങ്ങൾ കണ്ടിട്ടുണ്ടാകാം, പക്ഷെ എൻ്റെ ചോദ്യം, ഒരു സുവിശേഷകൻ എന്ന നിലയിൽ തുപ്പലേറ്റ മുഖം കണ്ടിട്ടുണ്ടോ? സുവിശേഷങ്ങളും മെശിയാവും പഠിപ്പിക്കുന്ന നസ്രേനായ യേശു ക്രിസ്തുവിൻ്റെ തുപ്പലേറ്റ മുഖം കണ്ടിട്ടുണ്ടോ? നമ്മുടെ മുഖത്ത് ആരെങ്കിലും തുപ്പിയിട്ടുണ്ടോ? നമ്മുടെ മുഖത്ത് ഒരാൾ തുപ്പിയാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? പാസ്റ്റായാലും വിശ്വാസിയായാലും നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? എന്നാൽ നോക്കിക്കേ, ഒരുവൻ്റെ മുഖത്ത് തുപ്പലുകൾ ചാലിട്ടൊഴുകുകയാണ്. താടിരോമങ്ങൾ പിഴുതു പറിച്ചെടുത്ത രക്തവും വെള്ളവുമായി ഒഴുകുന്ന കവിൾത്തടങ്ങളിലൂടെ തുപ്പലിൻ്റെ ചാലുകൾ ചാലിട്ടൊഴുകിയിറങ്ങുന്നു. ആർക്കു വേണ്ടി? എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും. ആ മുഖം അടിക്കപ്പെട്ടു, ആ മുഖത്ത് മുഷ്ടി ചുരുട്ടി കുത്തപ്പെട്ടു, ആ മുഖത്ത് വിരൽ കൊണ്ട് കുത്തി. എന്തിനു വേണ്ടി? എനിക്കായി, നിങ്ങൾക്കായി. എനിക്കായി, നിങ്ങൾക്കായി. ഈ രാത്രി ആ തുപ്പലേറ്റ മുഖത്തെ ഒന്നും ആത്മാവിൽ അകതാരിൽ കണ്ട്, കർത്താവേ, എനിക്ക് വേണ്ടിയായിരുന്നല്ലോ ഇതെന്നൊന്ന് പറയാം. കുഞ്ഞെ, നീ എവിടെയാ? ഈ രാത്രി ക്രിസ്തുവിന്റെ സ്നേഹത്തിന് വെളിയിലാണോ? കൂട്ടായ്മയ്ക്ക് വെളിയിലാണോ? ഏത് കൊമ്പില അള്ളിപ്പിടിച്ച് കയറിയിരിക്കുന്നത്? ഏത് മറവില പതുങ്ങിയിരിക്കുന്നത്? ആര് കാണാതിരിക്കാൻ ശ്രമിക്കുന്നത്? വായോ, വെളിച്ചത്തിലോട്ട് വായോ, കർത്താവിലോട്ട് വായോ. നിനക്ക് രക്ഷയുണ്ട്. നിന്റെ വീടിന് രക്ഷയുണ്ട് കുഞ്ഞെ. യേശു വന്നാൽ ഏത് വീടും രക്ഷപ്പെടും. യേശു വന്നാൽ ഏത് ശാപവും മാറും. യേശു വന്നാൽ ഏത് പാപവും മാറും. യേശു വന്നാൽ രോഗങ്ങൾ മാറും. യേശു വന്നാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇന്നു രാത്രി യേശു എൻ്റെ വീട്ടിലേക്ക് വരണം, രക്ഷ വരണം, ശിക്ഷ മാറണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേർ? വചനം പറയുന്നു, വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ വളരെ അടുത്താണ്. നാളുകൾ അധികമില്ല, കാലങ്ങൾ അധികമില്ല. ഏതു നേരം ആ മരണത്തിൻ്റെ മണമുള്ള നമ്മുടെ ജീവിതത്തിൽ ഒടുക്കത്തെ ശത്രുവായ മരണത്തിൻ്റെ കൈകൾ നമ്മൾ പിടിമുറുക്കുന്നറിയില്ല. ഇന്നു രാത്രി നമ്മുടെ മരണമാണെങ്കിലും കർത്താവിൻ്റെ വരവാണെങ്കിലും ഞാൻ യേശുവിനോടൊപ്പമായിരിക്കുമെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും?